എൻ്റെ ഭാര്യ എൻ്റെ മോളോട് പറയുന്ന വർത്താനം എന്നറിയാം, പോ പടി കുളി, പോ പടി കുളി. അടുക്കളയെ കാണുമ്പോൾ പോ പടി. ഞാൻ ചെല്ല ഭാര്യ ഈ പോ നീനെ ശീലിപ്പിച്ചാൽ 60 വയസ്സായിട്ട് എനിക്ക് നടക്കാൻ പറ്റാണ്ട് മുട്ടുകഴിഞ്ഞ് കൊണ്ട് നടക്കുമ്പോൾ ഈറ്റകൾ പറയില്ലേ പൊപ്പോ എന്ന് പറയൂലേ, ആ പോക്ക് ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് പോകേണ്ടി വരും. ഇനി കേരളത്തിൽ 750 വൃദ്ധസദനുണ്ട്, ഇനിയും കൂട്ടണം നമ്മൾ. ഇങ്ങനെ തന്നെ പോകുന്നതാണെങ്കിൽ എൻ്റെ ഭാര്യനെ പോലത്തെ ഭാര്യ തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം വേഗം പോകണം അടുത്തേക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാ ഇനി 75 വയസ്സാകുമ്പോൾ നിങ്ങൾ എവിടെയാന്ന് ആലോചിച്ചോക്ക്. നിങ്ങളെ മക്കൾ നിങ്ങളെ പോറ്റോ സാർ, നിങ്ങൾ പോകുന്നതന്നെയാ പറയുന്നത്, അല്ലെങ്കിൽ വാന്നോ. അതുകൊണ്ട് പോ എന്നുള്ള വാക്ക് വേണ്ട, കൂടി ചേർത്ത് പിടിക്കാൻ ആര് തയ്യാറാവണം? ഈ കുട്ടികളെ നിങ്ങൾ മനുഷ്യ കുട്ടികളായിട്ട് പോറ്റണം. അത് ഞാൻ പറയാൻ കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ ഒളിച്ചോടുന്ന പെൺകുട്ടിയും കഞ്ചാവ് വിറ്റ ചെക്കനും പെണ്ണിനെ നശിപ്പിച്ചപ്പോൾ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കാണുന്നുണ്ടല്ലോ. ഈനെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഉമ്മേനെയും കൂടി കൊണ്ടുവരണം പോലും. കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഉമ്മേൻ്റെ ഒരു വരുത്തുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. ഉമ്മ വന്നിട്ട് പോലീസിനോട് പറയുന്ന വർത്താനുണ്ട്, പോലീസേ എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല, ഞാൻ അങ്ങനെയാണ് അവനെ പോറ്റുന്നത്. ഞാൻ ചോദിച്ചല്ല എങ്ങനെ, നമുക്കറിയണമല്ലോ എങ്ങനെയാണ് പോറ്റുന്നതെന്ന്. നിങ്ങൾ എങ്ങനെ പോറ്റിയിട്ടാ ഈ ചക്ക കള്ളനായെന്ന് നമുക്കറിയണ്ടല്ലോ. ഉമ്മക്കല്ലേ തിരിഞ്ഞിട്ടുള്ളൂ കള്ളനല്ല എന്ന്. ഉമ്മ പറയാ, മത്തി വാങ്ങിയാൽ ഇണറെല്ലാം ഞാൻ ഓനാ കൊടുക്കുക, ഇറച്ചി വാങ്ങിയാൽ എല്ലുള്ള ഒരു കഷ്ണം ഓന കൊടുക്കൂലേ, ഓനെ കൊണ്ട് ഒരു പണിയും ഞാൻ എടുപ്പിക്കൂല. ഓൻ പറയുന്ന പോലെ ഓൻ്റെ യാത്ര, ഓൻ പറയുന്ന പോലത്തെ പൈസ എല്ലാം ഞാൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ കള്ളനാവൂല എന്നാണ് ആരുടെ വാദം? കേരളത്തിലെ നിഷ്കളങ്കരായ ഉമ്മയുടെയും ഉപ്പയുടെയും വാദം. തെറ്റാത്. നിങ്ങളെ മക്കൾ നിങ്ങളോട് മത്തീൻ്റെ ഇണർ ചോദിച്ചിനാ, എല്ലിൻ്റെ ദാദാഷം ചോദിച്ചു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കുറച്ചെല്ലാം ഇനിയും തിന്നോ ഇണറല്ലോ, ഐറ്റേക്ക് മാത്രം കൊടുക്കണ്ട. കാരണം എന്താ, ഐറ്റകൾ എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് കരയരുത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നത്. ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കാൻ വന്നതെന്നറിയോ? ഞാൻ 12 കൊല്ലം ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ പ്രസംഗം ഒരൊറ്റൊരാളും ഏറ്റെടുത്തിട്ടില്ല. ഈ നാട്ടിൽ ഒരാൾ നന്നായിക്കൂല എൻ്റെ പ്രസംഗം കേട്ടിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാം പൊട്ടാ പിന്നെ ഇഞ്ഞെന്തിനാ ഇവിടെ വന്നത്? ഞാൻ ഇവിടെ വന്നതിന് 1-2 ഉദ്ദേശമുണ്ട്. ഇനി നിങ്ങൾ വീട്ടിൽ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് പോറ്റിയത്, മത്തീൻ്റെ ഇണർ കൊടുത്തേക്ക് നിങ്ങൾ പറയൂലല്ലോ. ഞാനാറ്റാ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ പ്ലിങ്ങി മരിച്ചോണം. ഈ പൊട്ടം പറഞ്ഞതാണല്ലോ ശരി, നിങ്ങൾക്ക് അന്ന് തോന്നും. പറഞ്ഞു മനസ്സിലായില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ മത്തീൻ്റെ കണക്കാറ്റ് ആരെങ്കിലും പറഞ്ഞ കണ്ണ് ഞാൻ കുത്തിപ്പിടിച്ചാളി. അതുകൊണ്ട് മത്തി ഇണറൊന്നും ഐറ്റകൾ ചോദിച്ചില്ല. പോട്ടെ, എല്ലാവരും വിട്ടേക്ക്. അല്ല, നിങ്ങൾ ഭർത്താവിൽ നിന്നാ പ്രതീക്ഷിക്കുന്നേ? മെമ്പറ, ഭർത്താവിൽ നിന്നാ പ്രതീക്ഷിക്കുന്നേ? ATM കാർഡാ? പിന്നെ എന്തെന്നാ? അല്ല, നിങ്ങൾ ഭാര്യയിൽ നിന്നാ സാർ പ്രതീക്ഷിക്കുന്നേ? സ്നേഹം. യെസ്, നമ്മൾ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹവും കരുതലുമാണ്. അല്ലാണ്ട് ഓളെ സ്വത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെപ്പോ ബാപ്പയെല്ലാം മരിച്ചിട്ട് എപ്പോഴും കിട്ടുന്ന സ്വത്ത് ഉമ്മക്കം തിന്നി. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താ ഭർത്താവിൽ നിന്ന്? സ്നേഹവും കരുതലും. അത് തന്നെ ഞങ്ങളെ മക്കളും പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇതുവരെ മക്കളെ സ്നേഹിച്ചാ? നിങ്ങൾ ഇതുവരെ മക്കളെ കരുതലോട് കൂടി പെരുമാറിയാ? എങ്ങനെ പെരുമാറിയ? പരീക്ഷ തോറ്റു വരുമ്പോൾ എൻ്റെ അമ്മേനെല്ലാവരും കുത്തിച്ചിരിക്കാൻ ഇഷ്ടമുണ്ട്. പരീക്ഷ തോറ്റിട്ട് വരുമ്പോൾ നമ്മളെന്തിനാ വീട്ടിലേക്ക് വരുന്നേ? അമ്മയാണ് നമ്മളെ ചോറ് തരുക എന്നുള്ള പ്രതീക്ഷയിലല്ലേ? എൻ്റെ അമ്മയില്ലേ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്നെ കാത്തു നിൽക്കും. ഞാൻ വെച്ച് പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കും. ഞാൻ കുറേ ചോറെല്ലാം തരും. അല്ല, ഞാൻ കുഴച്ചിങ്ങനെ തിന്നുമ്പോൾ സന്തോഷത്തോടു കൂടി ഉരുട്ടിങ്ങനെ തിന്നുമ്പോൾ അമ്മേൻ്റെ ഒടുക്കത്തൊരു ചോദ്യമുണ്ട്, പരീക്ഷ പേപ്പർ കിട്ടിയ ചോറൊന്നും മൻ ചോദിക്കേണ്ട ചോദ്യമാണ് ഇത്. മനുഷ്യനല്ലേ തന്നെ പരീക്ഷ പേപ്പർ കിട്ടി തളർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മേൻ്റെ ഒടുക്കത്തെ ചോദ്യം, ഈ ചോറുമ്മക്ക് ഇറങ്ങുക. എനക്കില്ലേ അമ്മയോടുള്ള ദേഷ്യം ഞാൻ തീർത്തെങ്ങനെയാണെന്നറിയങ്ങൾ? ആ ചോറ് മുരുണ്ടി കുഴച്ചിങ്ങ് തിന്ന് ഞാൻ. ആ തടിയാ ഈ തടി. അമ്മേൻ്റെ ഓരോ ചോദ്യത്തിനും ഓരോ കിണ്ണം ചോറങ്ങി നിന്ന്. എനക്കതുകൊണ്ട് മരിക്കാനൊന്നും മുട്ടിയിക്കില്ല. അമ്മയുടെ ഞാൻ മാർക്ക് പരീക്ഷ പേപ്പർ കിട്ടിയോന്നെങ്കിൽ ഞാൻ പറഞ്ഞു കിട്ടി. അമ്മേൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്നറിയോ? എത്ര? 3. ഇംഗ്ലീഷിൽ എനിക്ക് 3 മാർക്കാ. പക്ഷെ അമ്മക്ക് എനക്ക് 3 മാർക്കായതിന് അമ്മക്ക് വിഷമില്ല കേട്ടോ. അമ്മേൻ്റെ ഒടുക്കത്തെ രണ്ടാമത്തെ ചോദ്യം, 3-ാമത്തെ ചോദ്യം, മുഹമ്മദിന് കിട്ടിയ. മുഹമ്മദ് എൻ്റെ കൂടെ നടക്കുന്ന ചങ്ങയിലടുത്ത ഓനാണെങ്കിൽ എന്നെ പോലെയല്ല, മരണപ്പടിപ്പായ. ഞാൻ ഓനും കിട്ടി. എത്ര? 47. പിന്നീടാണ് എൻ്റെ അമ്മക്ക് മത്തീൻ്റെ ഇണർ. പിന്നെ എങ്ങനെയാ കുട്ടി വീട്ടിലേക്ക് വരിക? നിങ്ങൾ പറ, ഇതാണോ സ്നേഹം? ഇതാണോ അമ്മേൻ്റെ കരുതൽ? അതുകൊണ്ട് മക്കൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വൃത്തികെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ ഉമ്മമാർ തയ്യാറാവണം, ബാപ്പമാർ തയ്യാറാവണം.
അതാണ് സ്നേഹവും കരുതലും. എന്നിട്ട് പഠിക്കുവാനിരിക്കുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്തോളി. ആടെ പഠിപ്പിന്റെ ചോദ്യം വരട്ടെ, അടികൂടുങ്ങൾ കസേലെടുത്ത് ഓനടിക്ക്, ഉമ്മക്ക് ചെക്കനടി, ഇങ്ങനെ ഒരു യുദ്ധഭൂമി ആയിക്കോട്ടെ പഠിക്കുന്ന സമയത്ത്. ബാക്കി എല്ലാ സമയത്തും നിങ്ങളെ മക്കൾ മനുഷ്യക്കുട്ടികളായിട്ട് വളരണം, ആയിട്ടുള്ള വേദനിപ്പിക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കുട്ടികൾ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല എങ്കിൽ കുട്ടികളോട് സംസാരിക്കാൻ വേറെ ആളുണ്ട്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് A+ കിട്ടിയിട്ടൊന്നും ഒരാളും അഹങ്കരിക്കേണ്ട. ഒറ്റ ഉദാഹരണം പറയാം. നമ്മളെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഒളിച്ചോടിയതാരാന്നറിയോ? MBBS റാങ്ക് കിട്ടിയ ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു ഡോക്ടർ, സുന്ദരിയായൊരു പെൺകുട്ടി, കാണണങ്ങളോള. ഓളെ ഒളിച്ചോടിയെന്ന് വീട്ടിലെ ബാപ്പയും ഉമ്മേലും വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയിൽ നിങ്ങളെ വണ്ടീൻ്റെ നമ്പർ കൊടുത്താൽ കേരളത്തിൽ എവിടെ പോയാലും അത് പിടിക്കൂ. ഈ ഡോക്ടറെയും കാമുകനെയും കൊയിലാണ്ടിന്ന് പിടിച്ച് ഇവർ രണ്ടുപേരും ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ട ചിരിച്ച് മരിച്ചുപോയി. ഞാൻ മാത്രമല്ല സകല മനുഷ്യൻ പറഞ്ഞ് ചിരിച്ചുപോയി. ഇവളിങ്ങനെ ഒരു സുന്ദരിയായൊരു പെൺകുട്ടി, ഗോൾഡ് മെഡലിസ്റ്റ്, 10ാം ക്ലാസ്സിൽ A+, +2 1200 LSS USS ഫ്ലക്സ് ഒന്നും ഇപ്പോൾ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. അഭിവാദ്യങ്ങൾ അർപ്പിച്ചേ. ഓള് കൊണ്ടുവന്ന കാമുകൻ ഞങ്ങൾ കാണണം. കൈതച്ചക്കേൻ്റെ ഒരു മുടിയും ഇങ്ങനത്തെ ഒരു താടിയും, പാൻറ് ഇട്ടിനോ എന്ന് വെച്ചാൽ ഇട്ടിക്കില്ല എന്ന് വെച്ചാൽ ഇട്ടിക്കില്ല, ഫുള്ള് കീറിയ. ഞാൻ വെച്ച് ദരിദ്രനാന്ന് നോക്കുമ്പോൾ ദരിദ്രനല്ലോ. ആ കീറിപ്പറിച്ച പാൻറ്റിന് 6000 ഉറുപ്പ്യ ഉണ്ടല്ലോ. ഭയങ്കര പൈസയാവുമല്ലോ കീറിപ്പറിച്ച്. ഞാനിതുവരെ അത് ഇട്ടിക്കില്ല, അതാണ് എൻ്റെ വിഷയം. പക്ഷെ എനിക്ക് SI ഇഷ്ടപ്പെട്ട SI ചെക്കനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇല്ലേ, ബേക്കിൽ വിക്കറ്റ് കീപ്പറെ പോലെ ഇങ്ങനെ. ഞാൻ പിന്നീട് SI സാറോട് ചോദിച്ചല്ല സാർ ഞങ്ങൾ അങ്ങനെ പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതറിയോ, മോനെ എല്ലാവരുടെയും CCTV ഉണ്ട്. ഈ ചെക്കൻ്റെ പേൻറ്റാറ്റം കോമ്പൗണ്ടിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലില്ലേ പോലീസ് കഴിച്ചെന്ന് പറയും. അത് പേടിച്ചിട്ടാണ് പോലും ഇങ്ങനെ നിന്നത്. എനക്ക് ഓൻ്റെ ഡ്രസ്സും വസ്ത്രമൊന്നും വിഷയമല്ല. 18 വയസ്സ് വരെയാണ് നമ്മളെ മക്കൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ബാക്കി അവരെ ഇഷ്ടമാണ്. 18 വയസ്സ് വരെ നമ്മൾ നിയന്ത്രിക്കേണ്ടു. 21 വയസ്സായിട്ട് ഓൻ അങ്ങനെ നടന്ന പ്രശ്നമുണ്ടോ? ഓൻ്റെ വസ്ത്രമല്ല ഓൻ്റെ ഇഷ്ടം. പക്ഷെ എൻ്റെ വിഷയം അതല്ല. ഇത്രയും എഡ്യൂക്കേറ്റഡായി ഇത്രയും സംസ്കാര സമ്പന്നമായിട്ട് LSSും ഗോൾഡ് മെഡലും മെഡലിസ്റ്റ് വാങ്ങിയ ഡോക്ടർക്ക് ഒരു രോഗിയുടെ മനസ്സ് കണ്ടാൽ രോഗമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഡോക്ടറില്ലേ കൂട്ടിക്കൊണ്ടുവന്ന ആ ചങ്ങായില്ലേ 7 മയക്കുമരുന്ന് കേസിലെ പ്രതിയാ. അതായത് ആജീവനാന്തം ഭൂലോകം കാണൂലോ. ഓൻ്റെ ഓടി അവള് പോയത്. പിന്നെ എന്ത് LSS എന്ത് USS അങ്ങനെയില്ലേ. ഇവളെല്ലാം കൂടി ചിരിച്ച് ഓളോടും ചിരിച്ചു ചേട്ടാ. അവസാനം ഓളാ മൂലക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പോയി ചോദിച്ചല്ല ഡോക്ടറെ നിങ്ങൾക്ക് കേടുന്ന് കിട്ടി ചെക്കനാണ്. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കേടുന്ന് കിട്ടി നിധീനാന്നാ ഞാൻ ചോദിച്ചത്. ഓളോട് ചിരിച്ചു. ഓള് പറഞ്ഞ് പോലീസ് നിങ്ങൾ കേൾക്കണം. അവൻ പറ എങ്ങനെ കിട്ടി? ഓള് പറഞ്ഞ് ഈ ചെക്കനെ ഞാൻ കല്യാണം കഴിക്കാൻ കാരണം എന്താ അറിയോ? ഈ ചെക്കനാണ് എനക്കാദ്യമായി ഉമ്മ തന്നത്. ഞാൻ ചോദിച്ചേ അങ്ങനെ ഉമ്മ തന്നാൽ എൻ്റെ ചാരിത്രം പോയില്ലേ പോലീസേ? ഞാൻ എന്നെ ആലോചിച്ചുപോയി. എൻ്റെ ചരിത്രം അല്ല, എന്നെ അല്ല, വേറെ കുറേ ആൾ ആലോചിച്ചുപോയി. നിങ്ങൾക്കെല്ലാം ചരിത്രം പോയിനാ? ഒരു ഉമ്മ കിട്ടിയാൽ ചാരിത്രം പോയി പോകുന്ന MBBS ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചത് എന്ത് തിരിച്ചറിവായി കുട്ടിക്കുള്ളത്. ഉമ്മ കൊടുത്തതിന് ഒളിച്ചോടാൻ മുട്ടിയെന്ന്, അതുകൊണ്ടാവും പോയത്. ഞാൻ അന്ന് ഉച്ചക്ക് വീണ്ടും ലീവ് എടുത്ത്. കാരണം ഈ നാട്ടിലൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് ഏടെ നടക്കുന്ന എൻ്റെ വിശ്വാസം പറഞ്ഞോളൂ. ഏടെ നടക്കും? എൻ്റെ വീട്ടിൽ. എൻ്റെ മൂത്ത മോള് എത്ര വയസ്സാ? 6ാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് എൻ്റെ അടുത്തേക്ക് വിട്ട്. എന്നെ കണ്ടുടനെ എൻ്റെ ഭാര്യ പറഞ്ഞു വരുന്നുണ്ട്, എന്തോ കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇഞ്ഞെന്താ പറയാം. ഞാൻ എൻ്റെ മോളെടുത്തും. ഇപ്പോൾ മോള് നോക്കുമ്പോൾ കോനാൽ അങ്ങേ മൂലക്കിരിക്കുന്നു. ഞാനില്ലേ അതിനെ കെട്ടിപ്പിടിച്ചൊരു 5-10 ഉമ്മ കൊടുത്തു. ഉമ്മ ഓള് ചോദിച്ചു നിങ്ങൾ എന്തെന്നാ കളിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇനി വിചാരിക്കുന്നത് ഞാൻ കൊടുക്കട്ടെ, ഇനി ഇടങ്ങാറാക്കല്ല. ഞാനൊരു 5-8 ഉമ്മയും കൊടുത്തിട്ട് ഇങ്ങ് വരുമ്പോൾ ഭാര്യനെ കണ്ട പോക്കും കൊടുത്തൊരു 5-8 ഉമ്മ. ആന്തിനാ ഞാൻ എൻ്റെ മോക്ക് ഉമ്മ കൊടുത്തേ ഒന്ന് പറങ്ങൾ. എൻ്റെ മോളില്ലേ ആ റോഡുമ്മ കൂടിയാ സ്കൂളിൽ പോകുന്നത്. ആ റോഡുമ്മ കൂടി സ്കൂളിൽ പോകുമ്പോൾ ഏതെങ്കിലും കോന്തപ്പം പിടിച്ച് പീടിയൻ്റെ വേക്കിലാറ്റം കൊണ്ടുപോയിട്ട് എൻ്റെ മോക്കൊരു ഉമ്മ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ മോള് പറയില്ലേ ചാരിത്രം പോയി അച്ഛ, ഞാൻ ഓൻ്റോടി പോണം അച്ഛ എന്ന് പറയുവോള്. എനിപ്പറിയോള് അയിനാ ഈ ഉമ്മ കൊടുത്ത്. മനസ്സിലായില്ലേ? ഇനി ഓളെന്നാ പറയാന്നറിയാം. ഞാൻ ദിവസവും കൊടുക്കും. ഇനി എൻ്റെ മോളെ അപ്പീടെ എൻ്റെ വേക്കിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഉമ്മ കൊടുത്തിട്ടുണ്ട് എൻ്റെ മോളെന്നാ പറയാ പോട് പൊട്ടാ. ഇതെല്ലാം എൻ്റെ അച്ഛൻ ദിവസവും തരുന്നതാ മണ്ട എന്ന് പറയാൻ എൻ്റെ മകൾക്ക് നട്ടലുണ്ടാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ എൻ്റെ പേര് അച്ഛനെന്നല്ല. ഭാര്യയ്ക്ക് എന്തിനാ കൊടുത്തേ? അതിന് നോക്ക് കൊടുത്തേ?
ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് 3-ാമത്തെ ദിവസമായി, ഇതുവരെ പോയിക്കില്ല. നാട്ടുകാർക്ക് ബോധം എടുക്കാൻ പോവാ ഒളിച്ചോട്ടത്തിനെ കുറിച്ചിട്ട്. ഓൾ ഓടുമെന്നുള്ള പ്രശ്നം ഇപ്പം എനിക്ക് ഇരിഞ്ഞ്. ഓളാണെ സീരിയലും സിനിമ എല്ലാം കാണുകയും ചെയ്യും ഞാനിങ്ങ് പോന്നാൽ. സീരിയലിലും സിനിമയിലാണെങ്കിൽ ഉമ്മയും കെട്ടിപ്പിടുത്തവും തന്നെ. ഓക്കാറ്റം പെട്ടെന്ന് ഈ ഉമ്മേൻ്റെ ആയിട്ട് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങോട്ടെല്ലാം ഉമ്മ കൊടുക്കാൻ മുട്ടിയ കുറേ എണ്ണം ഉണ്ട് താനും. ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് വരുമ്പം 25 എണ്ണം കൊടുത്തേക്ക് ഉമ്മ ഉമ്മ ഉമ്മ. എന്നാൽ എന്ത് സംഭവിക്കും? വേഗം പറ, എന്താ സംഭവിക്കുമെന്ന് പറ. ഓള് സിനിമ കാണുമ്പോൾ ഉമ്മയെല്ലാം കാണുമ്പോൾ പൊട്ടം തന്നിട്ടാണല്ലോ പോയത് എന്നുള്ളൊരു സമാധാനം ഓളെ മനസ്സിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാനൊരു ഭർത്താവാണോ? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ കൊടുക്കേണ്ട ഉമ്മ എല്ലാം കൊടുത്തേക്കണം. നിങ്ങൾ ഭാര്യക്കെല്ലാം കൊടുക്കലുണ്ടല്ലേ? ഉണ്ടല്ലേ? അല്ല, നിങ്ങൾ ഭർത്താവിന് കൊടുക്കലുണ്ടാ? ഇല്ല എങ്കിൽ അങ്ങോട്ടല്ല പെണ്ണ് കൊടുക്കൂ. നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കൊടുത്തേക്കില്ലെങ്കിൽ ഓർക്ക് കൊടുക്കുവാൻ അപ്പുറത്തെ ചെക്കന്മാരിലുണ്ട്. ഈ ഒരു പരസ്പര ബോധം ഉണ്ടാവണം. ഞാൻ കഴിഞ്ഞ ദിവസം വടകരയെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നോ അതോ ഞാൻ കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ഒരു ഭർത്താവ് എണീറ്റിട്ട് പറയണേ, സ്വല്ലപ്പടം ഒഴിവാട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിക്കൂന്ന്. ഇതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട കേട്ടോ. അതുകൊണ്ട് ഉമ്മക്ക് ഈ ജന്മത്തിൽ നമ്മളെ ഭാര്യനെ ചേർത്ത് പിടിക്കാൻ, നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി ഏടെ പോകുമ്പോൾ 3 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടീനെ കൂട്ടിയിട്ട് ഞങ്ങൾ പോകണ്ടു. മൊബൈൽ ഫോണെല്ലാം കൊടുക്കലുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ പേപ്പർ വായിച്ചിരുന്നാ? മിഞ്ഞാന്നത്തെ പേപ്പർ വായിച്ചിരുന്നാ? മിഞ്ഞാന്നത്തെ പേപ്പറിൽ ഏത് വാർത്ത ഞങ്ങൾ കണ്ടത്? നിങ്ങളെ നാട്ടിലെ തിരൂരിൽ ഒരു 2.5 വയസ്സുള്ള ചെക്കൻ ഉണ്ടായിരുന്നു. ആ 2.5 വയസ്സുള്ള ചെക്കന് ഗൾഫിലുള്ള ബാപ്പ ഫോൺ കൊണ്ട് കൊടുത്ത്. ഉമ്മ പറഞ്ഞതാ ഫോൺ കൊണ്ട് കൊടുക്കാൻ. ഉമ്മയോട് പോലീസ് ചോദിച്ച എല്ലാ ഉമ്മ എന്തിനാണ് നിങ്ങൾ 2.5 വയസ്സുള്ള മോന് ഫോൺ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ്, ഇതങ്ങ് കൊടുത്തായില്ലേ ചെക്കനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. ചുമരുമ്മൽ വരച്ചിടൂല, കസേല മറിച്ചിടൂല, പണിയെടുക്കുമ്പോൾ എന്നെ വന്ന് ചൊറിയൂല. ഇതും കാണിച്ചിട്ട് എന്ത് കൊടുത്താലും ചെക്കൻ അങ്ങ് തിന്നു. നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ചോറ് കൊടുത്തു നോക്കി ഇങ്ങനെ ഉരുട്ടി വെക്കുക. എന്നിട്ട് ഇങ്ങനെ വായി തുറക്കാൻ പറഞ്ഞാൽ ബ്ലാ അബ്ലു അബ്ല്. എനിക്ക് അത് കാണുമ്പോൾ ഓർമ്മ വരുന്നതറിയോ? ഈ അരി പൊടിക്കുന്ന മിഷയിൽ അരിയിടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങളിങ്ങനെ? അങ്ങനെ ചെക്കൻ വേണമെങ്കിൽ നിങ്ങൾ ലേശം കല്ലെടുത്തിട്ട് അന്നേരം വായിലിട്ട് നോക്ക്, ഇങ്ങനെ പറയും. എന്നാൽ അത് കല്ലാന്നൊന്നും ഐറ്റേക്ക് തിരിയില്ല. അതാണ് ഇതിൻ്റെ ഗുണം. അതുകൊണ്ടാണ് WHO എന്ന് പറയുന്ന സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ സ്വതന്ത്രമായി കൊടുക്കരുത്. 1.5 വയസ്സുള്ള കുട്ടി മൊബൈൽ ഫോണിന്റെ സ്ക്രീന് കാണരുത്, കണ്ണടിച്ചു പോകും. പൊട്ടന്മാരല്ല WHO സംഘടന, ശാസ്ത്രീയമായി അപഗ്രഥിച്ചതിന്റെ പേരിലാണ് പറഞ്ഞത്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മുതലാളി സുക്കൻബർഗിന്റെ മകൻ 6 വയസ്സ് വരെ മൊബൈൽ ഫോണിന്റെ സ്ക്രീന് കണ്ടിട്ടില്ല. ഈ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ പിന്നെ എന്തിനാ ഞങ്ങൾ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഓൻ യൂട്യൂബേ നോക്കൂ. ഓൻ എന്ത് ചെയ്യണമെങ്കിലും ഗൂഗിൾ അമ്മയോട് ചോദിക്കും. അങ്ങനെ ഗൂഗിൾ അമ്മായി യൂട്യൂബ് ആവുമല്ലോ ഓൻ്റെ ഹീറോ. നിങ്ങളെ മക്കൾ അങ്ങനെ തന്നെ അല്ലേ? യൂട്യൂബെല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ടാ? എൻ്റെ മകൻ സ്റ്റാറ്റസ് ഇടുന്നെന്നെല്ലാം പറയുമ്പോൾ ഒരു കുളിർമ വരുന്നുണ്ടാ? ഉറപ്പിച്ചോ നിങ്ങൾ? ആ അമ്മ ഇങ്ങനെ ഉമ്മ അഹങ്കരിച്ച് 6.5 വയസ്സായപ്പോൾ 6-ാം ക്ലാസ്സിൽ 6 വയസ്സായപ്പോൾ വയസ്സ് മറന്നുകൊണ്ട് 1-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഈ ചെക്കനില്ലേ സ്കൂളിൽ പോകുന്നില്ല, മൊബൈൽ ഫോണിൻ്റെ ചോട്ട് കുത്തിരിക്കുക. മൊബൈൽ ഫോൺ പിടിച്ചേറ്റിയാൽ ഓനിങ്ങനെ ഇങ്ങനെ മുറാദ് കാര്യം പോലെ ഇങ്ങനെ ഒരു എന്താ പറയുക സൂക്കറിൻ്റെ അമ്മ പേര് മറന്നുപോയി. ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയാൽ ചെക്കൻ നിലത്ത് കിടന്നു ഉരുളുക, ഉമ്മേനെ പിടിച്ച് അടിക്കുക. വീട്ടിൽ ആരെങ്കിലും വന്നാലും ഇങ്ങനെ ഇടുകിടുകിടെന്ന് പറഞ്ഞ് ഉപദ്രവിക്കുക. ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഉമ്മ ഒരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് എൻ്റെ മോന് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഒന്നും പറ്റിയില്ല, മോന് സ്ക്രീൻ അഡിക്ഷനാണ്. ഉമ്മ വീണ്ടും പൊന്തി, സ്ക്രീൻ അഡിക്ഷനാണ്. ഇത് കൗൺസിലർ മനസ്സിലായപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഉമ്മ അഹങ്കരിക്കേണ്ട സാധനമല്ല അത്. സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താണെന്നറിയോ? നട്ടപ്പരാന്ത്. നിങ്ങൾ 6 വയസ്സുള്ള മോന് നട്ടപ്പരാന്താന്ന് പറഞ്ഞപ്പോഴാണ് ഉമ്മ ചോദിച്ച്, ഇനി എങ്ങനെയാ പരാന്തെന്ന് രക്ഷപ്പെടുത്തുക? അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു കൊടുത്തു, ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറക്കണം. പക്ഷെ മകൻ ഭ്രാന്തനാവും എന്നുള്ള പേടിയിൽ അമ്മ എന്ത് ചെയ്തെന്നറിയോ? ഉമ്മ വീട്ടിലേക്ക് വന്നതിന് ശേഷം ചെക്കൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചേറ്റി വെച്ചിട്ട് പറഞ്ഞു, ഇനി ഈ ഉമ്മക്ക് ജീവനുണ്ട് എങ്കിൽ ഇനി മൊബൈൽ ഫോൺ കാണൂല. ചെക്കൻ പറഞ്ഞു, നിങ്ങൾ തരൂല. ഉമ്മ ഒരൊറ്റ പോക്ക് അടുക്കളയിലേക്ക്. ഉമ്മ അടുക്കളയിൽ ചോറലുണ്ടാക്കി 2 മണിക്കൂറായിട്ട് ചെക്കനെ വിളിച്ചു നോക്കുമ്പോൾ ചെക്കനെ കാണുന്നില്ല. ഒച്ചപ്പാടുണ്ടാക്കി ബഹളപ്പാടുണ്ടാക്കി നാട്ടിലെ സകല മനുഷ്യന്മാർ ഓടി വന്ന് കുട്ടിയെ എവിടെയും കാണുന്നില്ല.
അവസാനം 2 മണിക്കൂറത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷം അടുത്ത വീട്ടിലെ ചങ്ങാതി പറഞ്ഞു, ഈ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്നില്ല എന്ന്. വാതിൽ തച്ച് പൊട്ടിച്ച് ഉള്ളിലേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച, ഷവറിൻ്റെ കമ്പിയുടെ മേലെ ഒരു കയറിൽ കെട്ടി തൂങ്ങി മരിച്ചിരിക്കുന്നു 1-ാം ക്ലാസ്സിലെ ചെക്കൻ. ഉഗാണ്ടയിൽ നടന്ന കഥയല്ല, നിങ്ങളുടെ കണ്ണിൻ്റെ അപ്പുറത്ത് തിരൂരിൽ നടന്ന കഥ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നടക്കുന്ന എൻ്റെ വിചാരം, എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശങ്കയുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഉമ്മമാർ ഓർമ്മിച്ചോ, ബാപ്പമാർ ഗൾഫിലെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി മക്കളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളെ കഥ ഇവിടെ കഴിഞ്ഞു. അതല്ല രസം. പോലീസ് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് ഈ കുട്ടി എങ്ങനെ മരിച്ചു എന്ന് തീരുമാനിക്കണമല്ലോ. 1-ാം ക്ലാസ്സിലെ ചെക്കൻ എങ്ങനെ തൂങ്ങി മരിച്ചത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാ? ഇല്ല. നമുക്ക് അദ്ദേഹം അറിഞ്ഞൂടാ. പക്ഷേ അന്തം വിട്ടവൻ എങ്ങനെയാ ചെയ്തതെന്നറിയോ? ഇവൻ ഈ ദേഷ്യത്തിൽ ഇവന് ഈ ഫോൺ എടുത്തിട്ട് ഈ ഉമ്മ പറഞ്ഞ ഗൂഗിൾ അമ്മയോട് ചോദിച്ചു, ഗൂഗിൾ അമ്മായി ഏറ്റവും നല്ല മരണം ഏതാണ്? ഗൂഗിൾ അമ്മായി പറഞ്ഞു, ഏറ്റവും നല്ല മരണം തൂങ്ങി മരണമാണ്. രണ്ടാമത്തെ തൂങ്ങി മരണം എന്ന് മനസ്സിലായപ്പോൾ യൂട്യൂബ് എടുത്തിയോട് ചോദിച്ചു, യൂട്യൂബ് എടുത്തി എങ്ങനെയാണ് തൂങ്ങി മരിക്കുക? യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുത്ത്, ആദ്യം ഒരു കയറെടുക്കുക, ഇങ്ങനെ കെട്ടുക, ഒരു സ്റ്റൂൾ എടുക്കുക, മേലെ കെട്ടുക, വർണ്ണമാലം ചാർത്തുന്ന പോലെ ചാർത്തുക, കുടുക്കുക, താഴേക്ക് തുള്ളുക. 1-ാം ക്ലാസ്സിലെ ചെക്കൻ ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന സകല കുടുംബാംഗങ്ങൾ ഓർമ്മിച്ചോ, നാളെ ഈ മരണം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും. ഒരു തർക്കമില്ല കാര്യത്തിൽ. മക്കൾക്ക് ഫോൺ കൊടുക്കണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല, മക്കൾക്ക് ഫോണെല്ലാം കൊടുക്കണം. പക്ഷേ നമ്മളെ മക്കൾക്ക് നമ്മളെ ഫോണാണ് കൊടുക്കേണ്ടത്. ഏത് വയസ്സ് വരെ? 18 വയസ്സ്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ 18 വയസ്സിന് താഴെയുള്ള മനുഷ്യന്മാരുണ്ടോ? ഉണ്ടോ? 18 വയസ്സിന് താഴെയുള്ള മനുഷ്യൻ്റെ പേര് കുട്ടി എന്നാണ്. ആ കുട്ടി എന്ന് പറയുന്ന സാധനത്തിന് അന്തം വിട്ട ബുദ്ധിയാണ്, ഒടുക്കത്തെ ബുദ്ധിയാണ്, അതിന് വേണ്ടാത്ത ബുദ്ധിയേ ഉണ്ടാവുള്ളൂ. ഉപദേശമായിട്ടേക്ക് ഇഷ്ടമല്ല, അവർ മാത്രം ശരിയെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് അവിടെ വരാത്തതാണ് കുട്ടികൾ. ആ കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ നിങ്ങൾക്ക് നട്ടല്ലില്ല എങ്കിൽ ആ കുട്ടി നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടല്ലോ, ഈ 18 വയസ്സ് വരെ ഓൻ്റെ അച്ഛൻ ഞാനാന്ന്, എൻ്റെ മോൻ്റെ അച്ഛൻ ഞാനാന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. രാവിലെ 2 എണ്ണത്തിനെയും വിളിക്കും, ഇങ്ങോട്ട് ഹലോ, ഞാൻ എൻ്റെ അച്ഛൻ ഞാനാണ്. എൻ്റെ ഓനോട് ചോദിക്കും, എൻ്റെ അച്ഛൻ ആരാടാ? ദിവസവും അങ്ങനെ കുറേ ദിവസം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, അല്ലച്ച ഇത് ദിവസവും ഇങ്ങനെ പറയുന്നത് എന്തിനാ? ഞാൻ അന്തം വിട്ട ബുദ്ധിയാടാ എനിക്ക് 18 വയസ്സ് വരെ. 18 വയസ്സ് വരെ എന്നെ ഞാൻ നിയന്ത്രിക്കണം. എൻ്റെ അച്ഛൻ ഞാനാന്ന് എനിക്ക് മറന്നു, അതുകൊണ്ട് 18 വയസ്സ് വരെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവനത് പറഞ്ഞോ അങ്ങനെ അവന് ഇഷ്ടല്ലത്. ഇനിയിപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മക്കളും മലപ്പുറത്ത് കൂടിയായിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അന്തം വിട്ട 3-ാം ക്ലാസ്സുകാരനോട് ചോദിക്കണം, എൻ്റെ അച്ഛൻ ആരാന്ന് ചോദിക്കണം കേട്ടോ. ചോദിക്കും നിങ്ങൾ ചോദിച്ചു നോക്ക്. ആ ചെക്കൻ പറയാറാന്നാ 18 വയസ്സ് വരെ ഇത് 18 വയസ്സ് വരെയാ പോലും ഞാൻ മതി. ആ 18 വയസ്സ് വരെ നിങ്ങളെ മക്കളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ നിങ്ങൾക്ക് കഴിയണം. പറഞ്ഞു മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ അവൻ എന്നോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എപ്പോൾ ഞാൻ എൻ്റെ സൗകര്യം നൂല് കിട്ടണമെന്നൊന്നും ഞാൻ വാശി പിടിക്കില്ല. അവൻ എന്നോട് ഒരു അച്ഛാ ഫോണ് വേണം. നമ്മൾ ഇന്നാ ഈ ഫോൺ എടുത്തോ, ഇതിനെ കൊണ്ട് വിളിച്ചു കഴിഞ്ഞ് അവൻ ചോദിച്ചു എനിക്ക് സ്വന്തമായി ഫോൺ വേണം. അതിന് ഞാൻ പറഞ്ഞു, ഈ സ്വന്തമായി ഫോൺ വേണമെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ട് വേണം ഇനി ഫോൺ വാങ്ങാൻ, അല്ലാണ്ട് എൻ്റെ പൈസയും കൊണ്ട് എനിക്ക് ഫോൺ ഞാൻ വാങ്ങിത്തരൂല. അവൻ പറഞ്ഞു, ഞാൻ പറയും മുഹേഷിനും സുനേഷിനും എല്ലാം ഉണ്ടല്ലോ, ഞാൻ ഓനുണ്ടോയെന്ന് എനിക്ക് നോക്കാനാവില്ല, എനിക്ക് ഇനിയെ നോക്കാനാവും. അതുകൊണ്ട് എനിക്ക് ഫോൺ വേണമെങ്കിൽ 18 വയസ്സ് കഴിയുക, പണിക്ക് പോവുക, സമ്പാദിക്കുക, ഫോൺ വാങ്ങാം. ബൈക്കോ? ഞാൻ ബൈക്ക് വേണമെങ്കിൽ 18 വയസ്സ് കഴിയുക, പണിക്ക് പോവുക, ബൈക്ക് വാങ്ങാം. ഓൻ ചോദിക്കും അച്ഛൻ്റെ ബൈക്ക് ആർക്കാ? ഞാൻ അച്ഛൻ്റെ ബൈക്ക് എനിക്കല്ല, അത് എനക്കാണ്. ഞാൻ ഏതെങ്കിലും ബൈക്ക് പോകുമ്പോൾ ഇനി ഞാൻ ബൈക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ബൈക്കുമ്പോൾ കാറ്റും, അല്ലാണ്ട് എനിക്കായിട്ട് ഞാനൊരു ബൈക്കും പോവുകയില്ല. അങ്ങനെ ഓനിപ്പോൾ എന്നെ കൊല്ലുവാനുള്ള ഇഷ്ടമാണ്. ഞാൻ വീടിൻ്റെ വലത്തേ സൈഡിലൊരു സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, ആടെ ഇനി കല്ലുകൊണ്ട് തറകെട്ടിയിട്ട് റൂം എടുത്തിട്ട് വേണം കല്യാണം കഴിക്കുക. 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിയെടുത്തിട്ട് ജോലി വാങ്ങിയിട്ട് വേണം കല്യാണം കഴിക്കുക, അല്ലാണ്ട് എൻ്റെ അച്ഛനും ഞാനും ഉണ്ടാക്കിയ വീട്ടിലല്ല നീ ഇന്ത്യ കെട്ടുകളെ കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഇവനെല്ലാം കൂടി നട്ടപ്പെരാന്തെടുത്ത് നടക്കുക. ഇപ്പോൾ അവസാനവും കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, എൻ്റെ അച്ഛാ എൻ്റെ മുടി ഇങ്ങനെ ആക്കണം, ഇങ്ങനെ. ഞാൻ ഇങ്ങോട്ട് വാങ്ങി. ഞാൻ ഓനും കൂട്ടി ഒരു ബാർബർ ഷോപ്പ് പോയിട്ട് ആ ബാർബറോട് ചോദിച്ചു ഇങ്ങനെ ആക്കുവാൻ എത്ര പൈസയാവും? ഓൻ പറഞ്ഞു ഇങ്ങനെ മുറിക്കണേ 950, ജെല്ലിന് 1500.
2500 ഉറുപ്പ്യണോ? ഞാൻ തിന്നാൻ തന്നെ പൈസയില്ല. പിന്നെ എൻ്റെ മുടി ഇങ്ങനെ ആക്കുന്നു. എൻ്റെ മുടി എൻ്റെ അവകാശമല്ലേ അച്ഛാ? ഞാൻ എൻ്റെ മുടി അവകാശമാണ്. 18 വയസ്സായണം, പണിക്ക് പോകണം, മുടി ഇങ്ങനെ ആക്കണം. ഓൻ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ പാട്ടാട്ടെ. അവന് പാട്ടാക്കി എന്താക്കൂ? ഞാൻ മുടി ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങളെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും ഞാൻ. നമ്മളായിക്കോട്ടെ. ഈ വിപ്ലവകരമായ ചിന്തകൾ ഈ കുട്ടീൻ്റെ മനസ്സിലുണ്ടാവുമെന്ന് മനസ്സിലാക്കേണ്ടത് ഞാനാ. കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവനെ നിയന്ത്രിക്കാൻ, അവനെ ശാസിക്കാൻ, അവനെ തിരുത്താൻ ചങ്കുറപ്പുള്ള ബാപ്പയായിട്ട് നിങ്ങൾ മാറണം. രക്ഷകർത്താവ് പേടിച്ചു പോരുത് നിങ്ങളെ ഈ കുട്ടീൻ്റെ മുമ്പിൽ. ഒരു ഭയങ്കര ബുദ്ധിയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മൊബൈൽ ഫോൺ തോണ്ടുന്ന ഒരു കുട്ടിയും ബുദ്ധിമാനാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളെ കുത്തിക്കൊല്ലും ഞാൻ. പല ഉമ്മമാറിയിട്ടുള്ള പറ്റിക്കഥ. ഉമ്മ ഇൻസ്റ്റാ എന്നെല്ലാം പറയുമ്പില്ലേ, എൻ്റെ അമ്മേനെല്ലാം കാണണം നിങ്ങൾ. എൻ്റെ അമ്മേനെ ഈ 3ാം ക്ലാസ്സിലെ ചക്കൻ പറ്റിക്കുന്ന കാണണം. എൻ്റെ അമ്മക്ക് തോണ്ടുന്ന ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു എൻ്റെ പെങ്ങള്. ഈ തോണ്ടുന്ന ഫോണും കൊണ്ട് അമ്മ ഉരുളുക. ഇതിൽ നമ്പറും കാണുന്നില്ല, ഞക്കണ്ടിയും കാണുന്നില്ല. എൻ്റെ അമ്മേൻ്റെ ഗുരുനാഥൻ ആരാന്നറിയങ്ങൾ? ഈ അന്തം വിട്ട ചക്ക. ഈ ചെക്കൻ എൻ്റെ അമ്മേനെ പഠിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇവർ രണ്ടാളും ഇട്ടത്തിൽ ഇപ്പോൾ പഠിക്കുന്ന കാണണം. ഇവനെ എൻ്റെ അമ്മയോട് ചോദിക്കുക, അച്ഛമ്മ നിങ്ങൾ ഇതുവരെ ഇതൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തെന്നാ പഠിച്ചത്? അമ്മ പറഞ്ഞു പ്ലീസ് പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇവൻ പറയാ, പച്ച ഞെക്കിയ വിളിക്കാം, ചോപ്പ് കട്ടാക്കാൻ, ഇതൊച്ച. അങ്ങനെ എൻ്റെ 92 പഠിക്കുക. പച്ച ചോപ്പ് ഒച്ച, ഒച്ച പച്ച ചോപ്പ്, ഇങ്ങനെ പഠിക്കുവാണ്. ഇവൻ ചോദിച്ച് പഠിച്ചമ്മന്ന് ചോദിച്ചപ്പോൾ അവൻ പഠിച്ചു എന്ന് പറഞ്ഞു. ഇവൻ കളിക്കാൻ പോയി. 5ാമത്തെ മിനിറ്റിൽ അമ്മേൻ്റെ ഫോണിന് പച്ചയും ചോപ്പും ഒച്ചയും ഒന്നിച്ചിക്ക് വന്ന് 92 പിന്നെയും ബേജാറായി. വിളിച്ച് ചെക്കനെ ഡാ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ഒരു വരവുണ്ട്. ഇവൻ്റെ വരവിൽ ഇവൻ എൻ്റെ അമ്മയോട് ചോദിക്കുക, എത്ര പഠിപ്പിച്ച് നിങ്ങൾ എന്തെന്ന് ഇവിടെ? അമ്മ പറഞ്ഞു പ്ലീസ് ഒറ്റ പ്രാവശ്യം. ഇവൻ്റെ 2ാമത്തെ വർത്താനം കേട്ടോ, പച്ച ചുവപ്പ് പച്ച. അങ്ങനെ 92 പച്ച ഇങ്ങനെ ഒരു ഫോണും എടുത്തപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു വർത്താനമുണ്ട്, എൻ്റെ മോനെ നമ്മളെല്ലാം മരിക്കുന്നതാ നല്ലത്. ഞാൻ ചോദിച്ചു ചാന്തിനമ്മ ഉമ്മക്കിതെന്തെങ്കിലും അറിയാവാ? ഐറ്റുകളിത് ഞെക്കുന്നു, കഴിക്കുന്നു, ഫിറ്റാക്കുന്നു, ബുദ്ധിയാ ബുദ്ധി. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ചൊറിഞ്ഞിങ്ങ് കയറിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മൊബൈൽ ഫോണിൽ ഞെക്കുന്നത് കണ്ടിട്ട് അമ്മ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അന്തം പെട്ടോ നിലത്തൊന്നുമല്ല ഉണ്ടാവുക, ഒന്തിപ്പോവേ. അപ്പം എൻ്റെ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പിന്നെ ഇതിന് ബുദ്ധി ഉണ്ടോയെന്ന് എങ്ങനെയാ തിരിയാ? നിങ്ങളെ മക്കൾക്ക് ബുദ്ധി ഉണ്ടോ നിങ്ങൾ നോക്കിക്കണ്ട? ഇന്ന് പോയിട്ട് നോക്കണം കേട്ടോ. എങ്ങനെ നോക്കാൻ അറിയാം? നിങ്ങൾ ചെക്കൻ്റെ മുമ്പിൽ നിന്ന് കസേലമെന്ന് താഴെ പോവുക. കസേലമെന്ന് താഴെ വീണോക്ക്. ഏതും കസേലമെന്ന് നിങ്ങൾ താഴെ വീണാൽ അന്നേരം എല്ലാവരോടും ചിരിച്ചു പോകും കേട്ടോ. അന്താം വിട്ട ചിരി. അത് നിങ്ങൾ വീണാൽ ഞാൻ വീണാലും ചിരി. പക്ഷെ 2ാമത്തെ മിനിറ്റിൽ എൻ്റെ ബാപ്പയാ വീണെന്നുള്ള ബോധത്തോടു കൂടി എൻ്റെ ബാപ്പാ എൻ്റെ പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടുത്തേക്ക് ഓടി വന്ന് കസേലമ്മൽ ഇരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിലവിളിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു അതാണ് മനുഷ്യക്കുട്ടി. ഞങ്ങളൊന്ന് കാര്യം, നിങ്ങളിന്ന് വീണോക്ക് വീട്ടിൽ പോയിട്ട് ഈറ്റകൾ ചിരിച്ച് പണ്ടാരടങ്ങുകയും ചെയ്യും. നിങ്ങൾ 4 കൈയും കുത്തിയിട്ട് ഇങ്ങനെ എണീറ്റ് നോക്കുമ്പോൾ ഈറ്റകൾ പറയും എണീക്കല്ലാടെ നിൽക്ക്. ഓടിപ്പോയി ഫോൺ എടുത്തിട്ട് ഈറ്റകൾ പറയും വീണ ബാപ്പയും ഞാനും. അന്നത്തെ സ്റ്റാറ്റസ് അതായിരിക്കും ഈറ്റകളെ. അതുകൊണ്ട് നിങ്ങൾ മക്കളാണെന്ന് ഇന്ന് തൊട്ടിട്ട് ഉറപ്പ് വരുത്തണം. പറയാൻ മനസ്സിലായല്ലോ? അപ്പോൾ മക്കൾ ഫോണിൽ ഇനി നിങ്ങൾ മക്കൾക്ക് ബുദ്ധി വികസിക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു പുസ്തകം വായിക്കണം. ഈറ്റകൾ വായനയില്ലാത്ത തലച്ചോറ് നാശത്തിൻ്റെ തലച്ചോറാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കൾ ആഴ്ചയിൽ ഒരു ബുക്ക് വായിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കണം നിങ്ങൾ. അതാണ് നിങ്ങളെ രക്ഷാകർത്താവിൻ്റെ ചുമതല. പറയാൻ മനസ്സിലായല്ലോ? ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കേരളത്തിലെ സ്ഥിതി അത്ര നല്ലതൊന്നുമല്ല. സാമ്പത്തികമായി നമ്മൾ ഭയങ്കര ഉന്നതിയിലാണ്, വിദ്യാഭ്യാസപരമായി ഉന്നതിയിലാണ്, ആരോഗ്യപരമായിട്ടെല്ലാം ഉന്നതിയിലാണെങ്കിലും കേരളത്തിൻ്റെ സ്ഥിതി അത്ര ഭദ്രമല്ല. കേരളത്തിൽ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം വല്ലാതെ കൂടുന്നു. പറയാൻ മനസ്സിലായില്ലേ? ആ ലഹരി വസ്തു നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാത്തടത്തോളം കാലം ഈ തൊണ്ടിക്കോടൻ കുടുംബം സേഫ് അല്ല. നിങ്ങളെ വീട് സുരക്ഷിതമാണോ? യെസ് ഓർ നോ? നിങ്ങൾ ഇന്ത്യ നന്നാക്കാനൊന്നും തൽക്കാലത്തേക്ക് നിൽക്കല്ലേ. അതിനെല്ലാം ഇവിടെ ആൾ വേറെ ഉണ്ട്. കേരളം നന്നാക്കാൻ തീരെ നിൽക്കണ്ട. നിങ്ങൾ മലപ്പുറം നന്നാക്കാനും നിൽക്കണ്ട. അതിനെല്ലാം ഗംഭീരന്മാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ നന്നാക്കേണ്ടുന്നത് എവിടെയാണെന്നറിയോ? തൊണ്ടിക്കോടൻ കുടുംബം നിങ്ങൾ നന്നാക്കണ്ട. അതെല്ലാം ഓരോരുത്തർ നിങ്ങൾ നന്നാക്കേണ്ടത് നിങ്ങളെ സ്വന്തം വീട് സുരക്ഷിതമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളെ വീട് സുരക്ഷിതമാണോ പാപ്പ? ഉറപ്പാണോ? വെരി ഗുഡ്. അല്ല, നിങ്ങളെ വീട് സുരക്ഷിതമാണോ? വെരി ഗുഡ്. എന്നാൽ ആർക്കും എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടാ. കേരള ഗവൺമെന്റിന്റെ 2022 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിൽ വിറ്റ മദ്യം ഹരിക്കണം കേരളത്തിലെ ജനസംഖ്യ
അതായത് കേരളത്തിൽ ജനിച്ച കുട്ടി മുതൽ മരിക്കാൻ പോകുന്ന ആൾ വരെയുള്ള എണ്ണത്തിനാണ് നമ്മൾ ജനസംഖ്യ എന്ന് പറയാം. അതിനെ മലപ്പുറത്ത് വിറ്റ മദ്യത്തിന് ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ കുടിച്ച മദ്യത്തിൻ്റെ അളവ് കിട്ടി, സിഗരറ്റിൻ്റെ അളവ് കിട്ടി, മയക്കുമരുന്നിൻ്റെ അളവ് കിട്ടി. അല്ല സാർ, നിങ്ങൾ മദ്യപിക്കുമോ? ഇല്ല. സാർ, നിങ്ങൾ മദ്യപിക്കുമോ? നിങ്ങളോ? നിങ്ങളില്ല. പിന്നെ ഡോക്ടർ തീരെ കുടിക്കൂലോ. എന്നാൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. കേരള ഗവൺമെൻറ് പറയുന്നതെന്നറിയോ, കേരളത്തിൽ ഒരാൾ 8.7 ലിറ്റർ മദ്യം കുടിക്കുന്നുണ്ട്. നമ്മൾ പഞ്ചാബിനെ തോപ്പിച്ച്, പഞ്ചാബിന് 1-ാം സ്ഥാനത്ത്. നമ്മൾ കുടിച്ച് എന്തായി, പഞ്ചാബിനെ അങ്ങ് തോപ്പിച്ച്. അങ്ങനെ കുടിക്കാൻ നിങ്ങൾ 8. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം ഈ സാറ് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് 8.7 ലിറ്റർ നിങ്ങൾ കുടിക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുടിക്കണം 17.4. നിങ്ങളും കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുടിക്കണം 25 സംതിങ്. അതും കുടിക്കുന്നില്ലെങ്കിൽ ഡോക്ടർ കുടിക്കണം ബാക്കി മുഴുവൻ. നിങ്ങളാരും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാലേ പണ്ടാരം ഞാൻ കുടിച്ച് വറ്റിക്കണം. ഇതാരോ കുടിക്കുന്നുണ്ട്. അതാരാന്ന് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? പോട്ടെ, നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കുടിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കളെ. എന്തെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടോ, കഞ്ചാവ് വലിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്ക്, വേഗം നോക്ക്. ആർക്കും ഉണ്ടാ? നിങ്ങളിപ്പോൾ ആരെല്ലാം ആലോചിച്ചേ? നിങ്ങൾ ആലോചിച്ച ബാപ്പ, ഉപ്പാപ്പ, കാരണൂർ, അമ്മായി, അങ്ങനെ ബേക്കോട്ടല്ലേ പോയത്? തെറ്റി. അവിടെയാണ് മാറുന്ന ലോകത്തിൻ്റെ പ്രസക്തി. ഈ കേരളത്തിൻ്റെ മണ്ണിൽ 2022 ഡിസംബർ 31 കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ പ്രായത്തിലാണെന്നറിയങ്ങൾ. ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ പ്രായം ആരെയും കാണുന്നില്ലല്ലോ. ബ്ലാക്ക് ഷർട്ടേ, നിങ്ങൾക്ക് എത്ര വയസ്സായി? 18. വിട്ടേക്ക്, ഇന്നെ വിട്ട്. എനിക്കോ? അല്ല, നിങ്ങൾക്കല്ല, ബേക്കില 14. വെരി ഗുഡ്. ഇന്നെയാ ഞാൻ നോക്കി നടന്നത്. കേരള ഗവൺമെൻറ് പറഞ്ഞതെന്നറിയോ, 12 വയസ്സുള്ള ചങ്ങായി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് 14. ഇനിയിപ്പോൾ ഏതോ ഉപയോഗിക്കുന്നുണ്ടാ? ഇല്ല. ഒന്നാലോചിച്ച് നോക്ക്. ഓൻ വിചാരിക്കുന്നതെന്ന് പറയും, ഇപ്പോൾ പണ്ടാരം കുടുംബസംഗമവും വേണ്ടേന്, ഒരു കുന്തവും വേണ്ടേന്, ഓരോ ചോദ്യം. ആ കുട്ടീൻ്റെ രക്ഷകർത്താവ് ഇവിടെ ഉണ്ടാ? ഇവിടെ ഉണ്ടാ? നീ വേണ്ട, നോക്കണ്ട. ഉണ്ടാ? പാപ്പാ, ഞാൻ ഓനോട് ലഹരി വസ്തു ഉപയോഗിച്ചോന്ന് ഞാൻ ഇവിടുന്ന് ചോദിച്ചില്ലേ? നിങ്ങൾക്ക് എന്നാ എന്നോട് തോന്നിയേ? ഞങ്ങൾക്ക് തോന്നിയ പറയട്ടെ. ഇത്ര ആളുകളെ മുമ്പ് നപ്പാടിഞ്ഞ് ചോദിക്കും അവനോട്, ഇനി കണ്ടിന് അവൻ കുടിക്കുന്നേ? ഇനി സ്റ്റേജ് മുന്ന് ഇറങ്ങടാ, എൻ്റെ കാലയാൻ കാച്ചു മുറിക്കാം, ഇനി എൻ്റെ കുടുംബത്തിനെ നശിപ്പിച്ചെന്ന് പറഞ്ഞൊരു ചിന്തകൾ മനസ്സിലുണ്ടാവും. അതെല്ലാം പണ്ടത്തെ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ ആ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ കുട്ടീനെ കുറിച്ചൊരു സംശയം പ്രകടിപ്പിച്ചാൽ, ആ കുട്ടി ഈ ലോകത്ത് സഞ്ചരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് നിങ്ങളൊരു ബാപ്പയാവുന്നത്, നിങ്ങളൊരു ഉമ്മയാവുന്നത്. അല്ലാണ്ട് എന്നെ മോനെ ഞാൻ അങ്ങനെ പോയി ചീക്ക് കിടുകിട് മത്തീൻ്റെ അണറ് എന്ന് പറഞ്ഞിട്ട് എന്നെ വന്നത് അടിക്കുകയല്ല വേണ്ടത്. ഈ കേരളത്തിൻ്റെ മണ്ണിൽ 12 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ 12 വയസ്സുകാർ ലഹരി വസ്തു ഉപയോഗിച്ച്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട്. കട്ടിപ്പാറ താമരശ്ശേരി റീഹാബിലിറ്റേഷൻ സെന്ററിൽ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 9ാം ക്ലാസ്സിലെ 3 കുട്ടികൾ സ്വമേധയാ ലഹരിയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ആ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ നാട് കുറ്റ്യാടിക്കടുത്ത് 13 വയസ്സുള്ള പെൺകുട്ടിക്ക് ലഹരി കിട്ടാതായപ്പോൾ ഉടുതുണിയില്ലാതെ കുറ്റ്യാടി ടൗണിലേക്ക് തലങ്ങും വിലങ്ങും പായുന്ന കുട്ടിയെ ഞാൻ കുറ്റ്യാടിയിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ നാട് ഓർക്കാട്ടേരിയിൽ 18 വയസ്സുകാരനായ ചെക്കന് ലഹരി കിട്ടാതായപ്പോൾ അവൻ ഉടുതുണിയില്ലാതെ കൊടുവാളെടുത്ത് വന്ന് ആ ഓർക്കാട്ടേരി ടൗണിലൂടെ നടക്കുന്ന 17 ആളുകളെയാണ് അവൻ കൊടുവാൾ കൊണ്ട് വെട്ടിയത്. നിങ്ങളെ തൃശ്ശൂരിൽ ബാപ്പയും ഉപ്പാപ്പയും ഉമ്മാമ്മയും തൻ്റെ സമ്പാദ്യം മുഴുവൻ മകൻ്റെ പഠനത്തിന് വേണ്ടി, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ ചെലവാക്കിയപ്പോൾ ആ ചെക്കൻ 6 മാസത്തെ കോഴ്സ് പഠനത്തിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ ഈ ഉപ്പാപ്പയും ഉമ്മാമ്മയും ഈ ചെക്കന് ഭക്ഷണം വെക്കാൻ വേണ്ടി പോയില്ലേ? അങ്ങനെ ഭക്ഷണം വെക്കാൻ വേണ്ടി പോയപ്പോൾ വൈകിട്ടായപ്പോൾ ഈ ചെക്കൻ ചോദിച്ചു, ഉപ്പാപ്പ 2500 ഉറുപ്പിക എടുക്കുന്ന്. ഉപ്പാപ്പ പറഞ്ഞു, പൈസ മുഴുവൻ എനിക്ക് പഠിക്കാൻ തന്നില്ലേ? പിന്നെയും പൈസ. ഓമന് പര്യായക്ക് പൈസ ആയിരുന്നാ നല്ലത്. ഉപ്പാപ്പ പറഞ്ഞു, ഞാൻ പോലെ നോക്കിക്കോന്ന് പറഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച എന്നാരോ, ആ ഉമ്മാമ്മയുടെ കുടൽമാല കുത്തിക്കീറി ഉപ്പാപ്പയുടെ കഴുത്തിലിട്ട് കൊടുത്തില്ലേ ഈ പണ്ടാരക്കാലൻ? ആ ഉപ്പാപ്പയുടെ ആ ഉമ്മാമ്മയുടെ മുമ്പിൽ നിന്ന് കീറിയിട്ട് ഉമ്മാമ്മക്ക് ഇട്ട് കൊടുത്തില്ലേ? അങ്ങനെ ഭീകരമായ ഒരു കൊലയാളിയായി മാറിയത് 6 മാസം ബാംഗ്ലൂരിൽ പഠിച്ച് ലഹരിക്കടിമപ്പെട്ട ഒരു സാധാ കുട്ടിയായിരുന്നു.
കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ആ കച്ചവടക്കാരനെ ആ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മാർബിൾ മുറിക്കുന്ന മിഷൻ കൊണ്ട് അറുത്തറുത്ത് മാറ്റി പെട്ടിയിലാക്കി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടിടാൻ 18 വയസ്സുകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ശക്തിയുടെ പേരാണ് ലഹരി. അതാണ് വിഷയം. നക്ഷത്ര എന്ന് പറയുന്ന 6 വയസ്സുകാരി പെൺകുട്ടിയെ സ്വന്തം അച്ഛൻ മഴു ഉണ്ടാക്കി കൊണ്ടുവന്ന് തല പിളർത്ത് കൊന്നിട്ടുണ്ട് എങ്കിൽ ആ പിളർക്കാൻ ആ ചങ്ങാതിക്ക് കിട്ടിയ ധൈര്യത്തിന്റെ പേരാണ് MDMA. മറന്നോണ്ട, ഞാൻ ആ പോയിന്റ് കൂടി പറഞ്ഞ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. MDMA എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ മരിക്കും നല്ലത്. കാരണം കേരളത്തിൻ്റെ ഒക്ടോബർ 2 ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഇതിൻ്റെ ചീഫ് പറഞ്ഞ വർത്തമാനങ്ങൾ കേട്ടിട്ടില്ല. ഇതേ രീതിയിൽ കേരളത്തിൽ ഈ ലഹരി വസ്തു കൂടുകയാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ യുവാക്കളെ കാണാനുണ്ടാവില്ല. ചത്തുവയ്ക്കണ്ട കുഴിച്ചിടേനും ചത്തുവില്ലയിച്ചുകൾ മുഴുത്ത ഭ്രാന്തന്മാരായി ഈ തൊണ്ടിക്കാടൻ കുടുംബത്തിൽ പോലും ഭ്രാന്തന്മാരുടെ ഒരു ബഹളപ്പാട് തന്നെ ഉണ്ടാവുന്നു. നിങ്ങളെ മക്കൾ ഈ ലഹരി അടിമപ്പെട്ട് ഭ്രാന്തനാവുന്ന നിങ്ങൾക്ക് കാണണോ? അങ്ങനെ കാണാതിരിക്കണമെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ തങ്കപ്പെട്ട ഉമ്മയും ബാപ്പയുമായി മാറണം. ഈ സാധനം വളരെ കള്ള് കണ്ടിട്ടില്ല നിങ്ങൾ? കള്ള് കുടിച്ചാൽ മണക്കും, സിഗരറ്റ് വലിച്ചാൽ മണക്കും, പാൻട്രാഗ് ഉപയോഗിച്ചാൽ മണക്കും. ഈ സാധനം മണക്കൂല. നിങ്ങളെ മക്കളിപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് വന്നിട്ടാണോ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, എനക്കൊന്നും മനസ്സിലാവില്ല, ഇത് ആർക്കും മനസ്സിലാവില്ല. ഇത് 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഉണ്ടാവുക. എല്ലാവരും പഠിച്ചാടെ വെച്ചോട്ടോ. 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഇതുണ്ടാവുക. ഗ്രാമിന് 2000 മുതൽ 4000 ഉറുപ്പ്യ വരെ വിലയായിന്. ഇതാണ് ഇവിടുത്തെ 5ാം ക്ലാസ്സിലെ ചെക്കൻ ഉപയോഗിക്കുന്നത്. ഈ ചെക്കൻ ഏടുന്ന പൈസ കിട്ടിയത്? നിങ്ങൾക്കിപ്പോൾ എന്നോട് സംശയമില്ലേ? 5ാം ക്ലാസ്സിലെ ചെക്കൻ ഏടുന്ന 2000 ഉറുപ്പ്യ കിട്ടിയെന്ന്? ആ 2000 ഉറുപ്പ്യക്ക് എന്തിനാ ചെക്കന് കൊടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? ഇത് പൊടിച്ചിട്ടോ തയച്ചിട്ടോ ചുണ്ടിൻ്റെ ഉള്ളിലോ മൂക്കിൻ്റെ ഉള്ളിലോ കണ്ണിൻ്റെ ഉള്ളിലോ ജ്യൂസിൻ്റെ ഉള്ളിലോ ഭക്ഷണത്തിലോ മുട്ടായ്മലോ ആക്കിയിട്ട് നമ്മളെ ശരീരത്തിൽ അങ്ങ് ചെന്നാലില്ലേ നമ്മളെ കുട്ടി പറക്കും. സന്തോഷത്തിൻ്റെ ലോകത്ത് പറക്കും. 12-14 എനിക്ക് പറക്കണ. പക്ഷെ ഈ പറക്കൽ 6 കൊല്ലം കൊണ്ട് അവസാനിക്കും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ചത്തുപോകില്ല. മുഴുത്ത ഭ്രാന്തനായി മാറുക ചങ്ങായി. ബാപ്പയുടെ തല അറക്കുന്ന, ഉമ്മയെ ബലാത്സംഗം ചെയ്യുന്ന ആ ഭീകരനായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. ഓരോ കുട്ടീനെ എടുത്തു നോക്ക്. നിങ്ങൾ ഈ ചങ്ങായിയെല്ലാം നോക്ക്, ഭീകരനല്ലേ നിൽക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? ഇവൻ്റെ കൈ കൊണ്ട് നമ്മൾ മരിക്കുന്നു. ആലോചിച്ചു നിങ്ങൾ. കേരളത്തിൻ്റെ സ്ഥിതി അതാ വിശേഷം. ഞാൻ ഈ ഒരു പേടിയില്ലാത്തതാണ് ഇവിടുത്തെ വിഷയം. ഈ MDMAൻ്റെ പ്രത്യേകത എന്നറിയോ? എന്തിനാ ഇത് 2000 ഉറുപ്പ്യക്ക് 2000 ഉറുപ്പ്യ 3000 ഉറുപ്പ്യ സാധനം കുട്ടിക്ക് വെറുതെ കൊടുക്കുന്നതെന്ന് അറിയോ നിങ്ങൾ? ഈ സാധനം ഉപയോഗിച്ചാൽ 48 മണിക്കൂർ നിങ്ങളെ മക്കൾ ഉറങ്ങൂല. ഉറങ്ങിച്ചാടെ വെച്ചോ, 48 മണിക്കൂർ നിങ്ങളെ മക്കള് ഉറങ്ങൂല. ഈ 48 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ആദ്യം തിന്ന അതേ അളവിൽ ഈ സാധനം ശരീരത്തിൽ കിട്ടിയിട്ടില്ല എങ്കിൽ കുട്ടിക്ക് മുഴുത്ത ഭ്രാന്തായിരിക്കും. ഇപ്പൊ എന്തിനാ കുട്ടിക്ക് വെറുതെ കൊടുക്കുന്നതെന്ന് മനസ്സിലായ? ഒരു പ്രാവശ്യം കൊടുത്താൽ 48ാമത്തെ മണിക്കൂറിൽ ഈ കുട്ടിക്ക് ഇതില്ല എങ്കിൽ മുഴുത്ത ഭ്രാന്താവും. കുട്ടി ആരോട് ചോദിക്കും? വീണ്ടും MDMAക്ക് ബാപ്പയോട് ചോദിക്കുമോ ഉമ്മയോട് ചോദിക്കുമോ? ഈ കൊടുത്ത ചങ്ങാതിയോട് ചോദിക്കും. മനസ്സിലായോ നിങ്ങൾക്ക് ഇതിൻ്റെ ഭവിഷ്യത്ത്? ഇതെങ്ങനെ ഞങ്ങൾ മക്കൾ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? 2-3 കാര്യങ്ങളാണ് ഇതിനുള്ള. ഈ സാധനത്തിൻ്റെ പ്രത്യേകത, തുറന്നു വെച്ചാൽ ഇത് അലിഞ്ഞു പോകും. ഇതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. പിന്നെ അത് MDMA അല്ല, ഒരു പഞ്ചസാര തരി പോലെ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ ലേസിൻ്റെ പാക്കറ്റ് പോലെ എയർടൈറ്റുള്ള പാക്കറ്റിൻ്റെ ഉള്ളിൽ, ചെറിയ ചെറിയ പാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇതുണ്ടാവുക. നമ്മൾ തലശ്ശേരിയിൽ നിന്നും കൊയിലാണ്ടിയിൽ നിന്നും കുട്ടികളെ കയ്യിൽ നിന്ന് പിടിച്ച MDMA അവർ സൂക്ഷിച്ചത് എവിടെയാണെന്നറിയോ? ഈ പാൻറ്റിൻ്റെ മേലെ ഒരു സ്ട്രിപ്പില്ലേ, ഈ സ്ട്രിപ്പിന് ഒരു തോട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് കടത്തി വെച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തത് കോഴിക്കോടാണ്, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5-6 പോലീസ് വണ്ടി വന്നിട്ട് ഒരു വീടങ്ങ് വളഞ്ഞ്. ആ വീട്ടിലെ യജമാനൻ PWഡിലുള്ള മികച്ച ഏറ്റവും ടോപ്പസ്റ്റ് ലെവലുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു. ആ എഞ്ചിനീയറുടെ ഭാര്യ ആ പരിസരത്തുള്ള സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. നാട്ടിലെ ഏറ്റവും മാന്യമായി ജീവിക്കുന്ന കുടുംബം. ആ കുടുംബത്തിൻ്റെ വീട്ടിലേക്കാണ് പോലീസ് വന്നിട്ട് പരിശോധിച്ചത്. നോക്കുമ്പോൾ എന്താണെന്നറിയോ? ഒരു ചെക്കൻ MDMA ഉപയോഗിച്ച് പിടിച്ചപ്പോൾ അത് കൊടുത്തത് ആരാന്ന് ചോദിച്ചപ്പോൾ ഈ എഞ്ചിനീയറുടെ മകനാണ് പോലും കൊടുത്തത്. ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഹെഡ്മിസ്ട്രസിൻ്റെ മോൻ അങ്ങനെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ നാട്ടുകാർക്കില്ല. പോലീസ് വിട്ടില്ല.
ആ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി മുഴുവൻ പരിശോധിച്ചപ്പോൾ ആ ബെഡ്റൂമിൻ്റെ മേലെ നമ്മളൊരു വേസ്റ്റെല്ലാം വെക്കുന്ന ഒരു തട്ടില്ലേ, ഒരു കോൺക്രീറ്റിൻ്റെ തട്ട്, ആ തട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കെട്ടുകണക്കിന് പാക്കറ്റുകളാണ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. ആ അച്ഛനും അമ്മക്കും എന്തെങ്കിലും പറയാനുണ്ടാ? അതുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യവും അച്ഛൻ്റെ മാന്യത ഒന്നും ഇവിടെ വിഷയമല്ല. തൊട്ടിൽപ്പാലത്തിനടുത്ത്, കുണ്ടുതോടിനടുത്ത് നാട്ടിലെ സകല മനുഷ്യന്മാരും ലഹരിക്കെതിരെയുള്ള വിപ്ലവകരമായ റാലിയും പൊതുവൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പൊട്ടന എന്നെയും വിളിച്ചിരുന്നു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിൽ ഏറ്റവും മാന്യനായ പ്രവാസിയുടെ വീട്ടിലേക്ക്, ആ പ്രവാസിയുടെ ഔദാര്യം കിട്ടാത്ത, ഒരു ധനസഹായം കിട്ടാത്ത ഒരു മനുഷ്യൻ ആ ഭൂമിയിലില്ല, ദൈവതുല്യനായ മനുഷ്യൻ്റെ വീട്ടിലേക്കാണ് പോലീസ് ഇരച്ചു കയറിയത്. നാട്ടുകാർ പറഞ്ഞു പോലീസിന് വരാന്താന്ന്. ആ പോലീസ് അവിടെ വാതിൽ തല്ലിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച, കോഴിക്കോട് സിറ്റിയിലുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉടുതുണിയില്ലാതെ കട്ടിലിൻ്റെ മേലെ മലത്തി കടത്തി വെച്ചിരിക്കുന്നു ഈ ചെക്കൻ. ആ പെൺകുട്ടിയുടെ അടുത്ത് നമുക്ക് കിട്ടിയത് 5.5 ഗ്രാം MDMA ആയിരുന്നു. ചെക്കൻ ഓടിക്കളഞ്ഞു. 3 ദിവസത്തിന് ശേഷം ചെക്കനെ വയനാട്ടിൽ നിന്ന് പോലീസ് പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ അച്ഛൻ്റെ പാരമ്പര്യം നിങ്ങൾ നോക്കണ്ട. മക്കളെ വഴിതെറ്റിക്കാനുള്ള ലഹരി മാഫിയയുടെ ശക്തമായ സ്വാധീനം ഈ മലപ്പുറത്തിന്റെ മണ്ണിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 118 സ്കൂളുകളിൽ ലഹരി മാഫിയയുടെ ഈ MDMA സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞത് പോലീസാണ്. അത് ഉറപ്പിക്കണമെങ്കിൽ അത് നിങ്ങളെ വീട്ടിലില്ല എന്ന് ഉറപ്പിക്കേണ്ടത് നിങ്ങളാണ്. പിന്നെ ഇതെങ്ങനെ നിങ്ങളെ മക്കൾ ഉപയോഗിക്കുന്നത് മനസ്സിലാവും? നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അമ്മയും മോനും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഫുട്ബോളിനെ പ്രണയിക്കുന്ന ചങ്ങായി MDMA ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ബോളും അവൻ്റെ ജീവനായിരിക്കും. രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന ചങ്ങാതി MDMA ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമാണോ അവൻ്റെ ചോര. ഇത് ഉപയോഗിച്ച ചങ്ങാതിൻ്റെ ഒരു വാട്സപ്പ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ മലപ്പുറത്തുകാരൻ്റെ, കണ്ടിട്ടില്ല നിങ്ങൾ? കണ്ടിട്ടില്ല? ഒരു 18 വയസ്സുകാരൻ ബനിയനൊന്നും ഇടാണ്ട് പച്ച അർജന്റീനൻ്റെ ജേഴ്സി ഇട്ടിട്ട് ഇങ്ങനെ വാമോസ് അർജന്റീന, വാമോസ് അർജന്റീന ഇങ്ങനെ നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ല? ഇങ്ങനെ നടക്കുമ്പോൾ ഇല്ലേ അങ്ങന്നൊരു നീല ബസ് വന്ന്, നീല ഏതേനു അർജന്റീന, ഇവൻ പറഞ്ഞ അതാ മെസ്സി വരുന്ന്. അങ്ങനെ മെസ്സിൻ്റെ അടുത്തേക്ക് ഓടുമ്പോൾ ഇല്ലേ വലത്തേ സൈഡിൽ ഒരു മഞ്ഞ ഓട്ടോറിക്ഷ, മഞ്ഞ ഏതേനു ബ്രസീൽ. ഇവൻ മെസ്സിൻ്റെ ആരാധകനാ. MDMA ബ്രസീലിൻ്റെ ആരാധകൻ MDMA ഉപയോഗിച്ച വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും കുത്തിക്കൊല്ലു. നോക്കുമ്പോൾ വലത്തേ സൈഡിൽ മഞ്ഞ ഓട്ടോറിക്ഷ. അപ്പം ഓട്ടോറിക്ഷയോട് പറയാ, നെയ്മറേ കള്ള, എൻ്റെ മെസ്സിൻ്റെ അടുത്ത് നിന്ന് ബോൾ തട്ടിയെടുക്കാൻ ഒളിഞ്ഞു നിൽക്കുന്ന കള്ള, ഞാൻ മരിക്കാതെ എനിക്ക് ബോൾ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ? ആ ബസ്സിന് നേരെ ഓടിയിട്ട് ഒരു ഹെഡ് ഡും എന്ന് പറഞ്ഞിട്ട് ഹെഡ്, ആ തുള്ളിയിൽ അതേപോലെ അവൻ ഓട്ടോറിക്ഷൻ്റെ മുമ്പിൽ മറിഞ്ഞു വീണെടുത്തെന്ന് പോകാൻ പറയാ, നെയ്മറേ കൊടുത്തിട്ടുണ്ട് ഞാൻ പണി, മെസ്സിക്ക് ഹെഡ് കൊടുത്തിട്ടുണ്ട് ബോള്, ഓൻ ഗോൾ അടിക്കും എന്ന് പറഞ്ഞിട്ട് അന്ന് കിടന്ന കിടപ്പാ പഹേ. ആ ലിസി ഹോസ്പിറ്റലിൽ എറണാകുളത്തുള്ള. ഇതാണ് MDMA. രണ്ടാമത്തെ MDMA കോഴിക്കോട് ജില്ലയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. 7ാം ക്ലാസ്സിലെ ചെക്കൻ ഇത് ഉപയോഗിച്ചു. 48ാമത്തെ മണിക്കൂറിൽ വീണ്ടും ഇതോന് മുട്ടിയപ്പോൾ ഈ ചെക്കൻ ആ MDMA ചെക്കനോട് പറഞ്ഞു, എനിക്ക് വേണം, ആ സാധനം വേണം. ഇങ്ങനെ വെപ്പാളുണ്ടാവും, ബേജാറുണ്ടാവും. കിട്ടിക്കില്ലെന്ന് ജോനോട് പറഞ്ഞു, എനിക്കിത് വേണമെങ്കിൽ ഇഞ്ചി ഉമ്മ കുളിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുപോടാ. 7ാം ക്ലാസ്സിലെ ചെക്കൻ സ്വന്തം ഉമ്മ കുളിക്കുന്ന രംഗം 10 മിനിറ്റ് വീഡിയോയിലാക്കിയിട്ട് ഈ ചങ്ങായിക്ക് കൊടുത്തു. ഭീകരമാണോ ലോകം? സെക്സിനെ ഇഷ്ടപ്പെടുന്ന ചങ്ങായി, 9ാം ക്ലാസ്സിലെ ചങ്ങായിയാണ് സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്തത്. അതിനുശേഷം എനിക്ക് പേടിയാ, എനിക്ക് കുറേ മരുവൊക്കെ ഉണ്ട്, രാത്രി വാതിൽ തുറന്നു കൊടുക്കും എൻ്റെ ഓളാ. ഞാൻ പറഞ്ഞു ഇനി വാതിൽ അങ്ങനെ തുറക്കണ്ടിഞ്ഞി, ഈ ചെക്കനായിട്ട് MDMA ഉപയോഗിച്ച് വന്നിട്ട് ഇന്നെ കീറി മുറിച്ചാളി. അതുകൊണ്ട് ഇനി ഒരു വാതിൽ ഇങ്ങനെ തള്ളിയിട്ട് ഓടിക്കളണഞ്ഞി. കാരണം എനിക്ക് പോലും പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് നിങ്ങളെ വീട് സുരക്ഷിതമാണെന്ന് ഇത് മനസ്സിലാക്കാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളെ മക്കൾ 48 മണിക്കൂർ ഉറങ്ങൂല. ഉറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോ, പൊളച്ചിട്ടോ വലിയ ഉറങ്ങുക ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ചെക്കനാറ്റം വയറ്റിന് വെയിനായിട്ടായിട്ട് പോലെ ഉറങ്ങുമ്പോൾ ആ MDMA 6.5 കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളാറ്റം ചവിട്ടി കുരുട്ടിക്കിണ്ട് നിങ്ങൾക്ക് കിട്ടണം അടി. നിങ്ങൾക്കാണ് തലതിരിഞ്ഞത്. ദിവസവും നിരീക്ഷിക്കണം. ഒറ്റ ഉദാഹരണം കൂടി പറയുമ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഞാൻ കണ്ട ഏറ്റവും ഭീകരമായ ദൃശ്യം, ആ നാട്ടിലുള്ള പ്രവാസി നന്മ മരത്തിൻ്റെ ഒരു വീടുണ്ടായിരുന്നു. നമ്മൾ രാത്രി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ആ വീട്ടിൽ മേലത്തെ റൂമിൽ നിന്നൊരു പെൺകുട്ടി ഇങ്ങനെ ഏണിയുമ്പോൾ കൂടി ഇറങ്ങി വരുന്നു. നമ്മൾ നോക്കുമ്പോൾ പെൺകുട്ടി ഇറങ്ങി വരുന്നു. പോലീസ് പയ്യൻ ഓടിയില്ല കേട്ടോ. ഓടിയിട്ട് അടയാൻ വീണിക്കണ്ട നിങ്ങൾ പറയും പോലീസ് കുത്തിക്കൊന്നാന്ന്. അതുകൊണ്ട് പോലീസ് നോക്കുമ്പോൾ ഇവളില്ലേ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോവാ. നമ്മൾ പുറകെ ചെന്നോക്കുമ്പോൾ കണ്ട കാഴ്ച, ആ വീടിൻ്റെ വരാന്തയിൽ ഒരു ചെക്കൻ
ഈ പെണ്ണിനെ കാത്തു കിടക്കുന്നു. ഒരു 10, 10, 11, 12 10ലേക്കും പഠിക്കുന്നുണ്ടാവും കുട്ടി. ഈ ചെക്കനെ കണ്ടതും ആ പെണ്ണിനെ കണ്ടതും ഈ ചെക്കൻ കെട്ടി ഇങ്ങ് പിടിച്ച് ഇങ്ങനെ ഓളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്നറിയോ? ആ ചെക്കനില്ലേ പോലീസിൻ്റെ ഫ്രണ്ടാ. പോലീസിൻ്റെ ഫ്രണ്ടാരാ? നിങ്ങൾ പോലീസിൻ്റെ ഫ്രണ്ടാ? നിങ്ങൾ ഇതുവരെ നിങ്ങളെ വീട്ടിലെ ബർത്ത്ഡേക്ക് പോലീസിന് ഒരു കഷ്ണം പിന്നെ കേക്ക് കൊടുത്തിനാ? നിങ്ങൾ വീട്ടിലെ കല്യാണത്തിന് നിങ്ങൾ വന്നിട്ട് ചോറ് തിന്നോ നിങ്ങൾ പറഞ്ഞിരിക്കുക? നിങ്ങൾക്ക് ഒരു ഇതുമില്ല. ഞങ്ങളെ ഫ്രണ്ട്സ് ആരാന്നറിയോ? ഈ നാട്ടിലെ ഗുണ്ടകൾ ഞങ്ങളെ ഫ്രണ്ട്സാണ്. ഓലാണ് സ്റ്റേഷനിലേക്ക് എപ്പം വരിക. ഇവിടുത്തെ കൊടികീറുന്നോ ഞങ്ങളെ ഫ്രണ്ട്സാണ്. ഇവിടുത്തെ അതിർത്തി മാന്തുന്നോ ഫ്രണ്ട്സാണ്. ഭാര്യനെ എപ്പം അടിക്കുന്നോ ഞങ്ങളെ ഫ്രണ്ടാണ്. ഓലല്ലേ സ്റ്റേഷനിലേക്ക് ഞങ്ങളോട് വരിക. ഹായ് ഹോയ് ഈ നിങ്ങൾ ഹായ് ഹോയ് പറഞ്ഞ ഞങ്ങളോട്. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ ഫ്രണ്ടായി ചെക്കെ 12ഓളം മയക്കുമരുന്ന് കേസിലെ പ്രതി. ഈ ചെക്കനാ പൊട്ടിപ്പിടിച്ച നന്മ മരത്തിൻ്റെ മോള. നമ്മളെ കണ്ടതും ഓൻ എണീറ്റ് നിന്ന്. ഞങ്ങളെ ഫ്രണ്ടാണല്ലോ. ഞങ്ങളെ ചെക്കനോട് ചെല്ലേക്ക ഇനി കേടുന്ന് കിട്ടിയടാ ഈ പെണ്ണിനാ. ഓൻ പറഞ്ഞ എന്ത് പോലീസേ, ഒരു മുട്ടായിമ്മൽ MDMA കലക്കിയിട്ട് പെണ്ണിനങ്ങ് കൊടുത്ത് അന്തം വിട്ടോള് തിന്ന്. ബാക്കി നിങ്ങൾ പറ. 48 മണിക്കൂറാകുമ്പം കുട്ടിക്ക് എന്ത് വേണം? എന്ത് വേണം? ഈ MDMA വേണം. ആരോട് ചോദിക്കും? ബാപ്പയോട് ചോദിക്കുമോ? ആരോട് ചോദിക്കും? കൊടുത്ത ചങ്ങായോട് ചോദിക്കും. ഓൻ നല്ലോനാട്ടാ. ഓൻ കൊടുത്ത് 1 പ്രാവശ്യം കൊടുത്ത്, 2 പ്രാവശ്യം കൊടുത്ത്, 3 പ്രാവശ്യം കൊടുത്ത്, 4ാമത്തെ പ്രാവശ്യം ഓൻ പറഞ്ഞ് ഇനി ഇത് വേണമെങ്കിൽ ഞാൻ ചേണിമ കൂടി ഇനി ഇറങ്ങി വരണം. കുട്ടി ഇറങ്ങി വരുമോ ഇല്ലയോ? ഇറങ്ങി വരും. ആ വരുത്ത ഏറ്റവും ഓപ്പറി സാറേ 1.5 കൊല്ലായി ഓളി 9:30 ഞാൻ ചേണിമ കൂടി വരുന്നു. ഇനി പൊളിച്ച 3:30 ഞാനങ്ങ് കയറ്റി കൊടുക്കും. ഓൻ നല്ലോനാട്ടാ. 1.5 കൊല്ലം ഓന തന്നെ കുട്ടി കൊണ്ടത്. തലശ്ശേരിയുള്ള മറ്റേ ചങ്ങായി പറഞ്ഞെന്നറിയോ? ഒരു 5-10 പ്രാവശ്യം ഓൻ ബൈക്കുമ്മലെല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് ഓന് വേണ്ട എല്ലാം സംഗതി സാധിച്ചപ്പോൾ ഓൻ പറഞ്ഞു ഇനി എനിക്ക് ഈ സാധനം വേണമെങ്കിൽ ആ ബൈക്കുമ്പോൾ പോകണം. ആ ബൈക്കുമ്പോൾ നിങ്ങളെ മക്കൾ പോകുമോ ഇല്ലയോ? പോകുമോ ഇല്ലയോ? പോകും. അതുകൊണ്ട് സൂക്ഷിച്ചോ. എൻ്റെ പാപ്പ അങ്ങനെയാണ്, എൻ്റെ ഉപ്പ ഇങ്ങനെയാണ്, തൊണ്ടിക്കോടൻ കുടുംബമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ MDMAക്ക് ഒരു കുടുംബവും ഇല്ല, ഒരു രാഷ്ട്രീയവുമില്ല, ഒരു മതവുമില്ല. MDMA ആണ് മതം, MDMA ആണ് രാഷ്ട്രീയം, MDMA ആണ് തറവാട്. അവിടെ സൂക്ഷിച്ചോ നിങ്ങൾ. പറഞ്ഞു മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ ഈ പെൺകുട്ടീനെയും കൂട്ടിയിട്ടില്ലേ? ഓൻ പോക്സോ ആക്ട് പ്രകാരം ജയിലാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടീനെ ഓളെ സമ്മതത്തോടു കൂടി കെട്ടിപ്പിടിച്ചാലും സമ്മതം ഇല്ലാണ്ട് കെട്ടിപ്പിടിച്ചാലും തോണ്ടിയാലും മാന്തിയാലും ജയിലില്ല. അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ട്. എന്തായാലും ഓൻ ജയിലിൽ പോയി. ആ 12 കേസിൻ്റെയോടൊപ്പം പോക്സോവും കൂടിയായി അവന്. എന്തായാലും സുഖമായിട്ട് ജയിലിൽ ജീവിക്കുന്നു. പക്ഷെ എൻ്റെ വിഷയം അതല്ല. ഈ പെൺകുട്ടീനെയും പിടിച്ച് ഞാൾ ആ വീട്ടിൽ പോയപ്പോയില്ലേ, ആ നന്മ മരത്തിൻ്റെ ഭാര്യ ഞാൾ ബെല്ലടിച്ചപ്പോൾ ഓടി വന്ന് പോലീസിനെ കണ്ടതും ആ ഉമ്മ പറഞ്ഞു തന്നറിയോ? പോലീസേ, നട്ടപ്പാതിരക്ക് ഈ വീട്ടിൽ എന്തിനാടാ ഇനി വന്നത്? ഞാൾ മാന്യതയോടുകൂടി ജീവിക്കുന്ന കുടുംബമല്ലേ, ഇനി ഞാളെ മാന്യത താർക്കാൻ വേണ്ടിയാ വന്നേന്ന് ഞാളോട്. ഞാൾ ചിരിച്ചുകൊണ്ട് നിന്ന്. കാരണം അതിനാണല്ലോ ഉമ്മക്ക് ശമ്പളം തരുന്നത്. ഞാൾ ചോദിച്ച ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങളെ മോളെവിടെ? ഉമ്മ പറയണേ, എൻ്റെ മോളാ 10ാം ക്ലാസ്സിൽ എല്ലാത്തിലും A+, ഇതുവരെ എല്ലാത്തിലും A+. ഓള് കളരിയാ, കുംഫുവാ. ഓളെ കാര്യത്തിൽ നമ്മളൊന്നും നോക്കണ്ട. ഓള് പാടും, ഓള് കുംഫു, ഓള് മറ്റേത് എന്തല്ലോ അമ്മ ഇങ്ങനെ നടക്കും. നമ്മളൊന്നും ചോദിച്ചിട്ടില്ല. ആ അമ്മ ഇങ്ങനെ കടകടകടാന്ന് പറഞ്ഞ് പറയാ. ഓൾക്ക് സ്വന്തമായ റൂമുണ്ട്, ഓള് സ്വന്തമായ ഡ്രസ്സ് ഓള് സെലക്ട് ചെയ്യും, ഓളെ സാധനം തിരുമ്പും അലക്കൂ. അമ്മ ഇങ്ങനെ ഇതൊന്നും പോലീസ് ചോദിച്ചിട്ടില്ല. പോലീസ് ചോദിച്ചു, നിങ്ങളെ മോളെ എവിടെയാണ് ഉള്ളതിപ്പോൾ? ഓളെ സ്വന്തം റൂമിൽ. ഓളെ ഞാൻ നോക്കേ വേണ്ട, ഓളെ കാര്യമെല്ലാം അങ്ങ് പോയിക്കോളും. പോലീസ് പറഞ്ഞു, നിങ്ങൾ പോയിട്ടൊന്ന് ആ മോളാടെ ഉണ്ടോന്നൊന്ന് നോക്കിയാട്ടെ. പോലീസ് പറഞ്ഞു, പോലീസേ ഞാനിപ്പം നോക്കി വന്നതാ, ഓള് കുംഫു കഴിഞ്ഞ് വന്നിട്ട് തളർന്ന് കിടക്കുക. പോലീസ് പറഞ്ഞു, പോയി ചെന്നോക്കാനാണ് പറഞ്ഞത്. അങ്ങനെ പോലീസിനോട് പോലീസിനെ 2 ചീത്തയും പറഞ്ഞിട്ട് ഈ അമ്മ വീണ്ടും ചെന്നോക്കാൻ പോയി. ചെന്നോക്കുമ്പം കുട്ടിയുടെ കിടന്നിട്ടുണ്ടോലു, കുട്ടി ബെഡ്റൂമിലുണ്ടോലു. ഉമ്മ പറയുന്നു. ഉമ്മ വീണ്ടും 2 പോലീസെ കുംഫു തളർന്ന് കിടന്നുറങ്ങുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഓളെ ഇങ്ങോട്ട് വിളിക്ക്. പോലീസിനോട് ആ അമ്മ കൈകൂപ്പിക്കൊണ്ട് പറയാ, പോലീസെ കുംഫു കഴിഞ്ഞ് തളർന്ന് വന്ന് കിടന്നുറങ്ങുക എൻ്റെ മോള്, ക്ഷീണിച്ച് കിടക്കുക. നാളെ കുട്ടി എണീറ്റാൽ പോലീസ് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുവരും എൻ്റെ മോളെ. ഇപ്പം വിളിച്ചാലില്ലേ ദൈവം ശപിക്കും. പോലീസ് പറഞ്ഞ് ശപിക്കുന്നുണ്ടെങ്കിൽ ശപിച്ചൂട്ടെ, ഞാളിപ്പം അങ്ങോട്ടേക്ക് കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്നോ ഞാൾ വിളിക്കണമെന്ന് പോലീസ് ഭീഷണി മുഴക്കിയപ്പോയില്ലേ, ഈ ഉമ്മ പറഞ്ഞു, നിങ്ങളെ കുടുംബം കോളം തോണ്ടും ജന്തുക്കളെ എന്ന് പറഞ്ഞിട്ടില്ലേ. ഓടിപ്പോയി കുട്ടീനെ വിളിച്ച് ആ വാതിൽ തുറന്ന് കുട്ടിയുടെ ബെഡ്റൂമിൽ കുട്ടീനെ ഉരുട്ടി വിളിച്ചപ്പോൾ ഇല്ലേ, ആ കട്ടിലിൽ നിന്ന് താഴേക്ക് വീണത് 3 തലയണയായിരുന്നു.
ഈ 1.5 കൊല്ലമായിട്ട് ഈ 8ാം ക്ലാസ്സുകാരി 9ാം ക്ലാസ്സുകാരി പോകുന്നത് എങ്ങനെയാണെന്നറിയോ? 3 തലയാണ S പോലെ വെച്ചിട്ട് ഒരു പുതപ്പ് മൂടിയിട്ടാ എളിയുമ്പോൾ കൂടി അങ്ങനെ ഇറങ്ങി പോകുന്നത്. ഉമ്മ പോയിട്ട് ഏന്തി നോക്കുമ്പോൾ കുംഫു കിടക്കുന്നു. നിങ്ങൾ നോക്കിക്കേ ഇതുവരെ കുംഫു അവിടെ ഉണ്ടോന്ന്. അങ്ങനെ ഉമ്മ ഓടി വന്നിട്ട് പോലീസേ കുട്ടീനെ കാണുന്നില്ല, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ പോലീസ് പുറകിൽ വെച്ച കുട്ടീനെ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇതാണോ നിങ്ങളെ മോള്? ഈ ഉമ്മ പറയണേ, ഐശ്ശേരി നിങ്ങളായിട്ടുള്ള തട്ടിക്കൊണ്ടോയേ? ഞാളാ പോലും തട്ടിക്കൊണ്ടോയേ. തട്ടിക്കൊണ്ടോന്നെല്ലാം പോലീസ്, ബാക്കി എല്ലാവരും നല്ലോല്. പോലീസ് പറഞ്ഞു ഉമ്മയോട് എല്ലാ കഥകളും പറ. ആ കുട്ടി വള്ളി പുള്ളി വിടാതെ സകല കഥകളും ഉമ്മയോട് പറഞ്ഞപ്പോ ഇല്ലേ, അതുവരെ പോലീസിനോട് വീമ്പിളക്കി നിന്ന, തൻ്റെ കുടുംബത്തിനെ കുറിച്ച് വീമ്പിളക്കിയ, മകളുടെ കഥകൾ എസ്സേ പോലെ ഓതിയ ആ ഉമ്മ ആ ചുമരിൽ തലതല്ലിക്കരയുന്നത് കണ്ട കണ്ണായത്. അങ്ങനെ ഒരു കണ്ണ് എൻ്റെ മുമ്പിൽ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് അവതരിപ്പിച്ചത്. ആ കുട്ടി ഇപ്പം എരഞ്ഞിപ്പാലത്തുള്ള ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിലാണ്. സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങളെ മക്കള് ഈ ലോകത്ത് കള്ളു കുടിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, MDMA ഉപയോഗിക്കുന്നില്ല എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഈറ്റളങ്ങൾ 100% വിശ്വസിക്കരുത്. ഈ കുട്ടികൾക്ക് 2 സ്വഭാവമുണ്ട്. അച്ഛനോടും ഉമ്മയോടും ഉപ്പയോടും ഒരു സ്വഭാവം. ഈറ്റളെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാവണമെങ്കിൽ ഈറ്റളെ ഫ്രണ്ട്സിനെ കാണണം. നിങ്ങളെ മക്കൾ ബബിൾഗം തിന്നുന്ന 6 കുട്ടികളുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ 7ാമത്തെ ദിവസം നിങ്ങളെ മക്കൾ ബബിൾഗം തിന്നിരിക്കും. ഫുട്ബോൾ കളിക്കുന്ന 6 കുട്ടികളുടെ കൂടെയാണ് നിങ്ങളെ മക്കൾ നടക്കുന്നതെങ്കിൽ 7ാമത്തെ ദിവസം നിങ്ങളെ മക്കൾ ഫുട്ബോൾ കളിച്ചിരിക്കും. പുസ്തകം വായിക്കുന്ന 7 കുട്ടികളുടെ കൂടെയാണ് നിങ്ങളെ മക്കൾ നടക്കുന്നതെങ്കിൽ 7ാമത്തെ ദിവസം പുസ്തകം വായിച്ചിരിക്കും. അതല്ല, കള്ളനായ 7 മക്കളുടെ കൂടെയാണ് നിങ്ങളെ മക്കൾ നടക്കുന്നതെങ്കിൽ 7ാമത്തെ ദിവസം നിങ്ങളെ മക്കളും കള്ളനായിരിക്കും. അപ്പോൾ ആരാ ഉത്തരവാദി? 18 വയസ്സ് വരെ അറിയാതെ നടക്കുന്ന കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ നിങ്ങളെ കുട്ടി എനിക്കിപ്പോൾ പേടിയാട്ടോ. ഞാൻ ഈ സംഭവത്തിന് ശേഷം എൻ്റെ 3ാം ക്ലാസ്സുകാരന് ഈ MDMA കൊടുത്താൽ ഓനങ്ങ് പോവോ ഇല്ലയോ? എൻ്റെ ഭാര്യയ്ക്ക് MDMA കൊടുത്താൽ ഓള് എടിയുമ്പോൾ കൂടി പോവോ ഇല്ലയോ? പറ. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെല്ലാം വിളിച്ചു, മോനെ ഇങ്ങോട്ട് വരി, മോളെ ഇങ്ങോട്ട് വരി, ഭാര്യ ഇങ്ങോട്ട് വരി. 18 വയസ്സ് വരെ നമ്മളൊരൊറ്റ കട്ടുമ്പോൾ കിടക്കും. അതാ ഞാൻ കണ്ടുപിടിച്ച മാർഗം. 18 വയസ്സ് വരെ ഞാനും ഭാര്യയും ഒരു കട്ടിലിൽ കിടക്കും. ചെക്കൻ ചോദിച്ചു എന്തിനാ അച്ഛാ അങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഒളിച്ചോടുമ്പോൾ ഇഞ്ഞി പിടിക്കണം. പെണ്ണോട് പറയും ഞാൻ ഒളിച്ചോടുമ്പോൾ ഇഞ്ചി പിടിക്കണം, ഇഞ്ഞി ഓടുമ്പോൾ ഞാളെല്ലാം പിടിക്കും. ചെക്കൻ പറഞ്ഞു നന്നായി കച്ചാ, ഇത് പണ്ടേ കിടക്കേണ്ടേനും, ഇവിടെ ഒറ്റൊരാൾ ഒളിച്ചോടരുത് എന്ന്. അങ്ങനെ എൻ്റെ അവിടെയാണ് 4 ആൾക്ക് കിടക്കേണ്ട കട്ടിലും ഇല്ല, 3 ആൾക്ക് കിടക്കേണ്ടേ. അതിൻ്റെ ഗുണം എന്ന് അറിയോ? ഒരുത്തൻ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങ് ഒന്ന് പോവും, അങ്ങ് ഇങ്ങ് തിരിഞ്ഞാൽ ഇങ്ങോട്ടൊന്നു പോവും. ഞാൻ വിചാരിച്ചു നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാളെ കിടത്തം കാണണം. എന്നെ കെട്ടിപ്പിടിച്ച് ചെക്കനെ കെട്ടിപ്പിടിച്ച് പെണ്ണ് എല്ലാത്തിനെയും പിടിച്ചിട്ട് ദൈവം ഏതാ? അങ്ങനെ ഉറങ്ങുമ്പം പറയണം പിടിച്ചോളണം, ഇറങ്ങുന്നുണ്ടോ ഓടുമ്പം പിടിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ആദ്യം പിടിക്കപ്പെട്ടത് ഞാനാ. ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്തപ്പോൾ ഞാൻ കുറേ വെള്ളവും കുടിച്ചിട്ട് അങ്ങ് കിടന്നുപോയി. 2:30 ആയിട്ട് മൂത്രമൊക്കെ മുട്ടിയിട്ട് ഒരു നിവൃത്തിയില്ല. എണീറ്റ ചക്കൻ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂത്രം മുട്ടി പിടിച്ചടന്ന്. നിങ്ങൾ മൂത്രം പിടിച്ചിരുന്നു? ഞങ്ങൾ കുറേ നേരം പിടിച്ചാൽ മരിക്കുന്ന പോലെ തോന്നും. അവസാനം ഞാൻ 2ഉം കൽപ്പിച്ച് മെല്ലെ എണീറ്റ് ഇങ്ങനെ നിന്നേരത്തില്ലേ, ഞാൻ കേട്ടൊരു നിലവിളിയാ, അമ്മേ അച്ഛൻ ഓടുന്നത് പിടിക്കുക, ഇതാ ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാൻ വിടൂല ഞങ്ങയിന. ഞാൻ പറഞ്ഞ അതിനല്ല മൂത്രം ഒഴിക്കാനാ. അച്ഛാ വിടൂലച്ചാ, ഞാൻ മരിക്കണം എന്ന് പറഞ്ഞ ഒരു ചെക്കനുണ്ട് എനിക്ക്. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് മൊബൈൽ ഫോണിനെ എടുത്തു മാറ്റി. ഈ ഫോണിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഒളിച്ചോടുന്നത് മൊബൈൽ ഫോണിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കൾ ഒറ്റക്ക് റൂമിലിരിക്കുമ്പോൾ ഈ മൊബൈൽ ഫോൺ ആ കുട്ടികളുടെ കയ്യിലുണ്ട് എങ്കിൽ ആ കുട്ടി പഠിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അത് ലഹരിയുടെ ലോകം തേടി, മരണത്തിൻ്റെ എളുപ്പം തേടി, അല്ലെങ്കിൽ ആത്മഹത്യയുടെ കോർണർ തേടി നടക്കുകയാണെന്നുള്ള ബോധം ആദ്യം ഉണ്ടാവേണ്ടത് രക്ഷാകർത്താക്കൾക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഫോൺ ഒരു ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഫോൺ ഉപയോഗിക്കണം. 18 വയസ്സ് വരെ ബാപ്പേൻ്റെയും ഉമ്മേൻ്റെയും ഫോൺ മക്കൾ ഉപയോഗിക്കട്ടെ. എൻ്റെ വീട്ടിലെ പ്രശ്നം എന്താ വെച്ചാൽ, ഭാര്യയ്ക്ക് ഫോൺ വരുമ്പോൾ അവൾ കട്ടിൻ്റെ അടിയിലങ്ങ് പോകും. 2 മണിക്കൂറെല്ലാം കഴിഞ്ഞാൽ വരിക. അമ്മക്ക് ഫോൺ വരുമ്പോൾ അമ്മ കുപ്പയെ പോകും. എനിക്ക് ഫോൺ വരുമ്പോൾ ഞാൻ റോഡുമ്പിലേക്കും പോകും. ചൊട്ടയിലെ ശീലം ചൊടല വരെ. ഞാൻ റോഡുമ്പിലേക്കും ഭാര്യ കട്ടിൻ്റെ അടിയിലേക്കും, അമ്മ കുപ്പയിലേക്ക് ഓടുമ്പോൾ മക്കളുടെ അടുത്തേക്ക് ഓടും, മക്കളുടെ ടെറസുമ്പിലേക്ക് ഓടും. അതുകൊണ്ട് എനിക്കിപ്പോൾ പേടി. അതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോൺ വീട്ടിൽ ഓഫീസിൽ വന്നാൽ ഇവിടെ വെക്കും, മേശപ്പുറത്ത് വെക്കും. ഞാൻ 92 പറഞ്ഞു, 92 ഇങ്ങോട്ട് വരി, ഫോൺ ഇവിടെ വെക്ക്. അമ്മ ഗുണു ഞാൻ നിങ്ങൾ ഒളിച്ചോടും, ഇവിടെ വെക്ക് ഫോണ്.
92-ൻ്റെ ഫോൺ ഇവിടെ വെച്ചു. ലോക്ക് എനിക്ക് കാണിച്ചു തന്നു, എൻ്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തു, മക്കൾക്ക് കാണിച്ചു കൊടുത്തു. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ അമ്മേൻ്റെ ഫോൺ വെച്ചു, ഭാര്യേൻ്റെ ഫോൺ വെച്ചു. ഭാര്യേൻ്റെ ഫോൺ എൻ്റെ ലോക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു. എനിക്ക് എൻ്റെ ഫോൺ അതിൻ്റെ അടുത്ത് വെച്ചു. ഇപ്പം എന്തൊരു രസമാണെന്നറിയാം. എൻ്റെ വീട്ടിൽ ഫോൺ വരുമ്പോൾ ആരും കട്ടിൻ്റെ അടിയിലൊന്നും പോകുന്നില്ല. ഫോൺ വരുമ്പോൾ ആ ആ ആ ആ ആ കഴിഞ്ഞു. എന്തൊരു രസമാണെന്നറിയോ. ശരിക്കും പറയട്ടെ, ഈ ഫോണ് മേശപ്പുറത്ത് വെച്ച് ഞങ്ങൾ ഒന്നിച്ച് കിടന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ സംസാരം ആദ്യമായിട്ട് ശരിക്കും കേൾക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അവളെ കാണാനും സംസാരിക്കാനല്ലോ. പണ്ട് ഈ വാട്സപ്പും ഫോണും എല്ലാം ഉള്ളടുത്ത് ഓള് ചായ കൊണ്ട് തരുമ്പോൾ വാട്സപ്പ് നോക്കണോ ഫോണ് നോക്കണോ ഓളെ നോക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ട് ഓളെ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. ഓളെ കണ്ടത് എപ്പോഴാണ് കണ്ടത്? ഈ ഫോണ് മേശപ്പുറത്ത് വെച്ചപ്പോൾ. അവിടെ ഇപ്പോൾ ആർക്കും ഫോൺ വേണ്ട. മക്കൾ എന്നോട് എല്ലാ കഥകളും സംസാരിക്കുന്നുണ്ട്, ഭാര്യ എല്ലാ കഥകളും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം കാണുകയും സംസാരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം ഈ തൊണ്ടിയാടൻ കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകണം. വീട്ടിൽ പോയതിന് ശേഷം നിങ്ങളെ ജീവിതം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കണം. അതിനൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ പോവില്ലേ? വീട്ടിൽ പോയാൽ നിങ്ങളെ ഭാര്യ ഒളിച്ചോടുകയോ കള്ളു കുടിക്കുകയോ തൂങ്ങിച്ചാവോ എന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഉറപ്പുണ്ടത്? ഇല്ല. നിങ്ങളെ ഭർത്താവ് തൂങ്ങിച്ചാവോ ഒളിച്ചോടോ കള്ളുടിക്കോ ഉറപ്പുണ്ട് നിങ്ങൾക്ക്? ഇല്ല. ഇന്ന് ഞാൻ ഉറപ്പിച്ചു തരാം. എന്നിട്ട് ഞാനങ്ങ് പോവാം. നിങ്ങളിന്ന് വീട്ടിൽ പോവാം. വീട്ടിൽ പോകുമ്പം ഭർത്താവ് കോണാലിരിക്കുന്നുണ്ടാവും. ആ ഭർത്താവിൻ്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടം. ഭർത്താവ് തിരിച്ച് നിങ്ങളെ കണ്ണിലേക്ക് നോട്ടം മടക്കി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ഓടുവോ ചാടുവോ എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അതിൻ്റെ കണ്ണിലേക്ക് നോക്കി ഒരൊറ്റ ചിരി. ഭർത്താവേ ഭർത്താവ് നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ട് എങ്കിൽ അതാണ് ഭർത്താവ്. അതിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്ക്. അത് വേതാളത്തിനെ പോലെ അവസാന കാലഘട്ടം വരെ നിങ്ങളോട് ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ പോവുക, ഭാര്യൻ്റെ കണ്ണിലേക്ക് നോക്കുക, ഒരൊറ്റ ചിരി. ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പിക്കാം മനുഷ്യനാണെന്ന്. അതിൻ്റെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുമ്പോൾ ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ട് എങ്കിൽ അതാണ് ഭാര്യ. മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നെഞ്ചോട് ചേർത്തിങ്ങ് പിടിക്കുക, കണ്ണിലേക്ക് നോക്കുക, സംസാരിക്കുക. മക്കൾ നിങ്ങളുടെ നെഞ്ചോട് ചേർന്ന് നിന്ന് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതാണ് മക്കൾ. അല്ലാണ്ട് A+ കിട്ടുന്നതും 2 തട്ട് വീടുള്ളതും ബെൻസ് കാറുള്ളതൊന്നും മക്കളായിട്ടും കുടുംബമായിട്ടും ഞാൻ കണക്കാക്കുന്നില്ല. ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ചിരിക്കുന്ന, ഒന്നിച്ച് സംസാരിക്കുന്ന, കൈപിടിച്ച് നടക്കുന്ന ഒരു കുടുംബത്തെ കാണുമ്പോൾ നിങ്ങൾ പറയണം അതാണ് കുടുംബം. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി നിങ്ങളോടൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഭർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾ ചിരിക്കുമല്ലോ. ഭർത്താവ് നിങ്ങളെ കണ്ണിലേക്ക് നോക്കിയിട്ട് അങ്ങട്ടേലേക്ക് നോക്കിയിട്ടാണ് ചിരിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ് അതിലൂടെ അങ്ങ് പോയിക്കത് എന്ന് വിചാരിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അവിടെ ഈ കുടുംബസംഗമത്തിൽ എനിക്ക് അടുത്ത നിമിഷം മുതൽ എല്ലാവരും ഇനി നിങ്ങൾ ഇന്ന് പോയിട്ട് ഭർത്താവോട് പറയണം, ഭർത്താവെ ചിരിക്കണം. പെട്ടെന്ന് നിങ്ങൾ ഭാര്യയോടൊന്നും പോയി ചിരിക്കണ്ട കേട്ടോ. 10-5 കൊല്ലമായിട്ട് ചിരിക്കാത്ത നിങ്ങൾ പെട്ടെന്ന് ചിരിച്ചാലേ പേടിച്ചിട്ടായി ആയിട്ട് ചത്താറ്റം പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് ഉറങ്ങുമ്പം പറയണം നാളെ മുതൽ ചിരിക്കണം. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പം ഭാര്യയെ ഗുഡ് മോർണിംഗ്, ഭർത്താവെ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ചിരിച്ചാൽ മതി. അത്രയും മതി. പറഞ്ഞു മനസ്സിലായില്ലേ? ആ ബന്ധം നമുക്ക് നാട്ടിലുണ്ടാവട്ടെ. ഈ കുടുംബാംഗങ്ങൾ എവിടെ കാണുമ്പോഴും ചിരിക്കട്ടെ. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, എന്നെ കണ്ടിട്ട് ആരും ചിരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അതുകൊണ്ട് ഇനി എനിക്ക് സമാധാനമായി. ഈ തൊണ്ടിയാടൻ കുടുംബത്തിലൊരു അംഗമാകാൻ എന്നെ ക്ഷണിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഞാൻ എന്തിനാ ക്ലാസ് എടുത്തതെന്ന് ഒരു സംശയം കൂടി നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ജയിലിൽ പോകും, അതിലൊരു തർക്കമില്ല. ജയിലിൽ പോയാലില്ല നിങ്ങൾ ചോദിക്കും എന്നെ പിന്നെ കാണണ്ടല്ലോ എന്ന്. ആടിയാ എന്നെ കാണുമോ നിങ്ങൾ? ജയിലിൽ പോയാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഞങ്ങളെ മുടിയെല്ലാം 2 സൈഡിൽ ഇങ്ങനെ കെട്ടി, ആണുങ്ങൾ പറ്റ മുടിയെല്ലാം വെട്ടി വെള്ള ഷർട്ടെല്ലാം ഇട്ടിട്ട് നിലത്തിരുന്നിട്ട് ആദ്യം ബോധവൽക്കരണ ക്ലാസ് ഉണ്ട് കേട്ടോ. 3-ാമത്തെ ഞായറാഴ്ച 2 മണിക്ക് ഞാനാണ് ജയിലിൽ ക്ലാസ് എടുക്കാൻ വരിക. ബേക്ക് കൂടി വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിവില്ല. നിങ്ങൾ നിലത്തിരുന്നിട്ടല്ലേ ഉണ്ടാവുക. ഞാൻ ബേക്ക് കൂടി വരുമ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിലാവുമോ? നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമോ? അങ്ങനെ മനസ്സിലാവുമ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആക്കണം. അപ്പം ഞാൻ നിങ്ങളെങ്ങനെ നോക്കൂ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പറയണം തൊണ്ടിയാടൻ തൊണ്ടിയാടൻ. അത് കേൾക്കുമ്പോൾ ഇല്ലേ എൻ്റെ ക്ലാസ് കേട്ട ഒരു ചങ്ങായിയും കൂടി ഇവിടെ എത്തി എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ സന്തോഷമാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളൊക്കെ ബാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി ഈ ലഹരി മാഫിയയിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ, ഭാര്യയെ രക്ഷിക്കാൻ, ഭർത്താവിനെ രക്ഷിക്കാൻ, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായി മാറുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ഈ തൊണ്ടിയാടൻ കുടുംബം നിങ്ങളുടെ പിൻബലമായി വലിയൊരു ശക്തിയായി നിങ്ങൾക്ക് പുറകിലുണ്ട് എന്നുള്ള ബോധം
നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് നയിക്കാൻ പ്രാപ്തി ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നിറഞ്ഞ ചിരി സമൃദ്ധമായ ഒരു 2024 ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മുടങ്ങാതെ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.